പക്ഷെ നമ്മുടെ ദൈവത്തിന് പറഞ്ഞു തരാനുള്ളത് ബൈബിളിലൂടെയാണ്. അത് പറഞ്ഞു തരുന്നത് 84 സങ്കീർത്തനം 4 വാക്യത്തിലാണ്. 84 സങ്കീർത്തനം 4 വാക്യത്തിൽ നമ്മുടെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: എന്നേക്കും അങ്ങ് സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് ദൈവമക്കളെ 84 സങ്കീർത്തനം 10 വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നത്: അന്യസ്ഥലത്ത് 1000 ദിവസമായിരിക്കുന്നതിനേക്കാൾ എത്രയോ അഭികാമ്യമാണ് എൻ്റെ കർത്താവേ അങ്ങയുടെ ആലയത്തിൽ ഒരു ദിവസമായിരിക്കുന്നത്. ആ ശ്രേഷ്ഠ അനുഗ്രഹമല്ലേ നമുക്ക് ലഭിച്ചത്. വിളിക്കപ്പെട്ടവർ അനേകരായിരുന്നു, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചുരുക്കം. ആ ചുരുക്കത്തിൽ ഒരാളായി മാറുവാൻ നമ്മുടെ കർത്താവിൻ്റെ കരുണയാൽ നമുക്ക് സാധിച്ചില്ലേ? അതേ, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ആ ബോധ്യത്തോടെ ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 മിനിറ്റ് ചൊല്ലാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉറക്കെ ചെല്ലാം. കർത്താവായ യേശുവേ, ഒന്നും കൂടെ ഉറക്കെ, കർത്താവായ യേശുവേ, അവിടുന്ന് ഏക ദൈവമാണെന്ന്, ഏക രക്ഷകനാണെന്ന് എൻ്റെ ഉത്തമ ബോധ്യത്തോടെ പൂർണ്ണ മനസ്സോടെ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു. യേശു ക്രിസ്തുവേ, അവിടുന്ന് എൻ്റെ പാപങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ ശാപങ്ങളും എൻ്റെ വേദനകളും എൻ്റെ മരണവും ഏറ്റെടുക്കുവാൻ മനുഷ്യനായി അവതരിച്ചുവെന്നും അവ ഏറ്റെടുത്ത് ഗാംഗുൽത്താ മലയിൽ കുരിശിന്മേൽ എനിക്ക് വേണ്ടി, സ്വരം പോരാ ഉറക്കെ, എനിക്ക് വേണ്ടി, ഒന്നും കൂടെ ഉറക്കെ, എനിക്ക് വേണ്ടി മരിച്ചുവെന്നും മരണത്തെ ജയിച്ച് സാത്താനെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും എൻ്റെ ഉത്തമ ബോധ്യത്തോടെ പൂർണ്ണ മനസ്സോടെ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റു പറയുന്നു. യേശു ക്രിസ്തുവേ, അങ്ങയെ എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെ മക്കളുടെയും എൻ്റെ മരുമക്കളുടെയും എൻ്റെ പേരക്കുട്ടികളുടെയും അവിടുന്ന് എനിക്ക് നൽകിയ സമസ്ത വസ്തുക്കളുടെയും എൻ്റെ എല്ലാ ആവശ്യങ്ങളുടെയും എൻ്റെ എല്ലാ പ്രാർത്ഥനകളുടെയും, പ്രത്യേകിച്ച് ഈ ധ്യാനം കൂടുവാൻ ഞാൻ കടന്നു വന്നതിൻ്റെ പ്രത്യേക നിയോഗങ്ങളുടെയും രാജാവായി, കർത്താവായി, ദൈവമായി, രക്ഷകനായി, നാഥനായി, വൈദ്യനായി, ഇടയനായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അവർക്ക് പറയാം, സ്വീകരിക്കുന്നു, ഏറ്റുപറയുന്നു. പാപത്തെയും സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെയും പൂർണ്ണ മനസ്സോടെ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. ഉറക്കെ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ തിരുഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് മാറ്റണമേ. തിരുവചനങ്ങൾ കേൾക്കുവാനും ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിലും പരലോകത്തിലും അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ തിരുവചനങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ശാരീരികമായ, മാനസികമായ, ആന്തരികമായ, ആത്മീയമായ തടസ്സങ്ങളും ബന്ധനങ്ങളും തഴക്കദോഷങ്ങളും ബലഹീനതകളും ഭക്തിരാഹിത്യവും വിശ്വാസരാഹിത്യവും ദൈവവചനത്തോട് താല്പര്യമില്ലായ്മയും തീഷ്ണതയില്ലായ്മയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഞങ്ങളുടെ മരുമക്കളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായവരെ, ഞങ്ങളുടെ കാവൽ ദൂതന്മാരെ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ വിശ്വസ്യ പിതാവിൻ്റെ ഫ്രാൻസിസ് അസിസിയുടെ മധ്യസ്ഥയോടെ സമർപ്പിച്ച് ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്വരം കുറയണു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
ഹല്ലേലൂയ. സ്വരമീർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോണ്. ഈ സമയത്ത് പ്രേക്ഷിതര് ഞാൻ ഇന്ന് ഇവിടെ എടുക്കുന്ന ക്ലാസ്സിൻ്റെ ലീവ്ലെറ്റ് ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഒരാൾക്ക് ഒന്ന് വെച്ചെടുക്കാവുള്ളൂ കേട്ടോ, അങ്ങനെ തെയ്യുള്ളൂ, അല്ലെ തെയ്യില്ല. ഞാനൊരു 5-10 പ്രേക്ഷിതരെടുത്ത് പിന്നിലേക്ക് മുമ്പിൽ സൈഡിലേക്ക് പോവാം. ദൈവമക്കളെ, ആ സമയത്ത് നമുക്ക് തിരുസഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉറക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. 27-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞേ, കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ, കാരുണ്യപൂർവം എനിക്ക് ഉത്തരം വരണമേ. അപ്പൊ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈശോയാണ്, ഞാൻ പറയുന്നതല്ല, ഈശോയുടെ ഉപദേശമാണ്, ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കണം. എല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിച്ച ഒരു സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന എല്ലാം പോണ് ഉറക്കെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ സമയത്തും തമ്പുരാനുടെ അപേക്ഷയുള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി. ഇത് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു 5-6 പ്രേക്ഷിതര് ലീഫ്ലെറ്റ് കൊടുത്താൽ പെട്ടെന്ന് തീരും. ഒരാൾ കൊടുക്കുന്നതിന് പകരം ഒരു 5-6 പേരെടുത്ത് കൊടുക്കുന്നു. ദൈവമക്കളെ, ഇനി നമ്മുടെ ക്ലാസ്സിന്റെ വിജയത്തിന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ പ്രാർത്ഥന ഒക്കെ ചെല്ലാം. ലീഫ്ലെറ്റ് നോക്കണ്ട, ആരും നോക്കണ്ട, എല്ലാവരും ക്ലാസ്സിന്റെ വിജയത്തിൽ ഒരു നന്മ നിറഞ്ഞ പ്രാർത്ഥന ചെല്ലാൻ പോവാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ സമയത്തും തമ്പുരാനുടെ അപേക്ഷയുള്ളതിനുമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരും ഈശോയ്ക്ക് സ്തുതി കൊടുത്തേൻ. മുഴുവൻ പറഞ്ഞു കൊടുക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഇനി അങ്ങനെ പരസ്പരം കൊടുത്തേൻ. മുഴുവൻ പറഞ്ഞു ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ശാന്തമായിട്ടിരിക്കാം. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. ഇന്ന് ഈശോ നമുക്ക് ആരാണ്, എന്തിനാണ്, എല്ലാവരും എൻ്റെ മുഖത്തൊക്കെ, ഈശോ എന്തിനാണ് മനുഷ്യനായി അവതരിച്ചത്, പീഡ സഹിച്ചത്, കുരിശിൽ മരിച്ചത്, ഉത്ഥാനം ചെയ്തത്, സ്വർഗാരോഹണം ചെയ്തത്, ഇതിൻ്റെ എല്ലാം രഹസ്യം എന്താണെന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോണേ. നമ്മൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഈശോയുടെ ജനനം, അത് ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചു. ഇപ്പോൾ പീഡാസനം, കുരിശുമരണം, ഉത്ഥാനമൊക്കെ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നോയമ്പുകാലമാണ്. അപ്പം ഇത് എന്തിനാണ് ഈശോ ഈ മനുഷ്യനായ ദൈവമായവൻ ദൈവീത സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിച്ചാതെ മനുഷ്യനായി അവതരിച്ച് വിവരിക്കാൻ പറ്റാത്ത അതികഠിനമായ പാടുപിഴകൾ സഹിച്ച് കുരിശിൽ മരിച്ചത് എന്തിനായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എല്ലാവരും എന്നോട് ചേർന്ന് പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ, ഉറക്കെ പറ, ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ്റെ അനുസരണക്കേടിലൂടെ നഷ്ടമായത് ദൈവമക്കൾ എന്നുള്ള സ്ഥാനമാണ്. ഏത് സ്ഥാനമാണ് നഷ്ടമായത്? അതുകൊണ്ടാണ് നമ്മുടെ ലൂക്കായുടെ സുവിശേഷത്തില് നമ്മുടെ കർത്താവിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും യൂദ, അങ്ങനെ പാരമ്പര്യം പറയുമ്പോൾ അവസാനം ആദത്തെത്തും. ആദത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആദം ദൈവത്തിൻ്റെതായിരുന്നു. പറഞ്ഞെല്ലാവരും ഒന്നുകൂടെ പറഞ്ഞെല്ലാവരും എന്നാണ് ദൈവത്തിൻ്റെ മകനായിരുന്നു. ഓക്കെ, ആ ദൈവമകൻ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടത് അനുസരണക്കേടിലൂടെയാണ്. എന്തിലൂടെയാണ്? അല്ലെങ്കിൽ പാപത്തിലൂടെ. പാപം രണ്ടൊന്നും തന്നെ. കൽപ്പനയുടെ ലംഘനമാണല്ലോ പാപം, അതിനനുസരണക്കേടും. അത് ആ ഏതെന്തോട് നഷ്ടമായത്, അതോടെ മനുഷ്യ ജീവിതത്തിൽ ദുഃഖം കടന്നു. അതുവരെ ദുഃഖമുണ്ടായിരുന്നില്ല. അതെല്ലാം തിരിച്ചു തരാനാണ് രണ്ടാമത്തെ ആദമായ ക്രിസ്തു, രണ്ടാമത്തെ മരമായ കുരിശിൽ നമ്മുടെ മോചനദ്രവ്യമായി മാറിയത്. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന നമുക്ക് ലഭിക്കുന്ന നേട്ടം എത്രമാത്രം അത്യുന്നതമാണെന്ന് ചെറിയവനായ ഞാനല്ല, വലിയവനായ നമ്മുടെ കർത്താവ് എന്തിലൂടെ സംസാരിക്കുക നമ്മളോട്? ഉറക്കെ പറഞ്ഞ എല്ലാവരും, വിശുദ്ധ ബൈബിളിലൂടെ. പറഞ്ഞെല്ലാവരും, ഈശോ എന്തിലൂടെ സംസാരിക്കുക? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേൻ. അപ്പൊ ഒരാൾ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവം ആ വ്യക്തിയോട് സംസാരിക്കുന്നു. പറഞ്ഞെല്ലാവരും. അപ്പൊ നമ്മൾ ആരെങ്കിലും ദൈവത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബൈബിൾ വായിച്ചാൽ മതി. അപ്പൊ ഈശോ എന്താ പറയണേ നോക്കി. എന്താണ് ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, ഉത്ഥാനം, അതിന് സ്വീകരിക്കാൻ നമുക്ക് എന്ത് കിട്ടും? അതാണ് യോഹന്നാൻ. എല്ലാവരും ലീഫ്ലെറ്റ് എടുത്തോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഉറക്കെ വായിച്ചെല്ലാവരും.
യോഹന്നാന്റെ സുവിശേഷം 1:12 ഉറക്കെ വായിച്ചെല്ലാവരും. ഉറക്കെ വായിക്കി. ഉറക്കെ തുറന്ന് വായിക്കുക. എല്ലാവർക്കും ലിബിലിറ്റി കിട്ടിയില്ലേ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, വേണ്ട അയാൾക്ക് ആവശ്യമില്ല, വേറെ ആൾക്ക് കൊടുത്തോളൂ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ. എല്ലാവരും ഒന്നുകൂടി ഉറക്കെ വായിച്ചേൻ. ഒന്നുകൂടി ഉറക്കെ വായിച്ച എല്ലാവരും. ഒന്ന് ഉറക്കെ വായിക്കും. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം. അതാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം. ഏദൻ തോട്ടത്തിലെ നഷ്ടമായത് അതാണ്. അത് രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിലൂടെ, രണ്ടാമത്തെ മരമായി കുരിശിലൂടെ നമുക്ക് നേടിത്തരിക. അതായിരുന്നു മനുഷ്യാവതാരത്തിൻ്റെയും പിന്നെ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന പീഡാസഹനം, ഉത്ഥാനം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാന ഉദ്ദേശം അതായിരുന്നു. നമ്മൾ ആരും ജനിക്കുമ്പോൾ ദൈവമക്കളാണെന്ന് ബൈബിൾ പറയുന്നില്ല. അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറണമെങ്കിൽ 2 കാര്യം ചെയ്യണം നമ്മുടെ ഈശോ പറയണേ. ഏത് 2 കാര്യം? ഒന്നുകൂടി വായിച്ചെല്ലാവരും. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തില്. അപ്പൊ ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മകനോ മകളോ മാറണമെങ്കിൽ അവിടെ 2 കാര്യമാണ്. ഒന്ന്, യേശുവിനെ സ്വീകരിക്കണം. 2, യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ഇത് 2 ചെയ്താൽ നമ്മൾ ആരായി മാറുള്ളൂ? അവർക്ക് പറഞ്ഞേൻ അല്ല എന്നല്ലേ ഈശോ പറഞ്ഞത്. ഇനി നമ്മളൊന്ന് വിലയിരുത്തൽ, ഇവാലുവേഷൻ, നമ്മുടെ ആത്മീയത എവിടെയാണെന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കാൻ പോകണം. അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, നമ്മൾ 2 കാര്യം ചെയ്താലും ദൈവത്തിന്റെ മകനായി മകളായി മാറുള്ളൂ. ഇത് 2 നമ്മൾ ചെയ്തിട്ടുണ്ടോ നോക്കാൻ പോകണം. ആദ്യത്തെ റിക്വയർമെന്റ് ആണ് ഈശോയെ സ്വീകരിക്കുക. ചോദ്യം വരാണ്, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഇല്ല. ഒരു മറുപടി ഉറക്കെ പറഞ്ഞ എല്ലാവരും. എന്നാ സ്വീകരിച്ചേ? എല്ലാ കുദാശയിലും നമ്മൾ ആരെ സ്വീകരിക്കുന്നുണ്ട്? ഒരുപാട് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് യേശുവിനെ സ്വീകരിച്ച കുദാശയുടെ പേരാണ് വിശുദ്ധ കുർബാന. പറഞ്ഞെല്ലാവരും. ഞാൻ കാലത്ത് കുർബാന സ്വീകരിച്ചിട്ടാണ് വരണേ. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കുർബാനയായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ കുർബാനയിൽ ആരെ സ്വീകരിക്കുന്നുണ്ട്? ഇതാണ് നമ്മൾ ദൈവമക്കളായി മാറാൻ ആവശ്യമായ ഈശോയുടെ അഭിപ്രായത്തിലുള്ള ഒന്നാമത്തെ റിക്വയർമെന്റ് നമ്മൾ പൂർത്തീകരിച്ചു. നമ്മൾ ശരിക്കും ആത്മീയത പഠിക്കാൻ ഒരു ഉപരിവിപ്ലവമായിട്ടല്ല, വ്യക്തവും സ്പഷ്ടമായിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്ലെയിൻ ട്രൂത്ത് എന്ന് പറയുന്ന വ്യക്തവും സ്പഷ്ടമായിട്ട് ആത്മീയത പഠിക്കാൻ പോകണം. എന്തെങ്കിലും ഒരു വൈകാരിക തലത്തിലല്ല, വികാരത്തിന്റെ തലത്തിലല്ല. അപ്പൊ നമ്മളെല്ലാവരും യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീണ്ടും സ്വീകരിക്കും. ഞാൻ കാലത്ത് സ്വീകരിച്ചു. ഇനി 2ാമത്തെ റിക്വയർമെന്റ് ആണ് ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കണം. വീണ്ടും ചോദ്യം വരികയാണ്, നമ്മൾ ആരെങ്കിലും ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ഇല്ല. മറുപടി പറഞ്ഞോ? എവിടെ നമ്മൾ വിശ്വസിക്കുന്നു പറയുന്നത്? വിശ്വാസ പ്രമാണത്തിൽ. പറഞ്ഞെല്ലാവരും. എല്ലാ ദിവസവും നമ്മൾ കുറെ വട്ടം വിശ്വാസ പ്രമാണം ചെല്ലില്ലേ? അതിൽ യേശുവിൽ വിശ്വസിക്കുന്നു പറയുന്നില്ലേ? അപ്പൊ നമ്മൾ യേശുവിനെ സ്വീകരിച്ചോ? ഉറക്കെ പറ. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ ആരാണ്? ഉറക്കെ പറഞ്ഞേൻ. ഏകവചനം പറഞ്ഞേൻ. ഏകവചനം, ബഹുവചനമല്ല. ഞാൻ ദൈവത്തിന്റെ മകൻ അല്ലെ മകൾ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞോ. ഇടതുകരം ഹൃദയത്തിൽ വെച്ച് വലതേ കരുത്തി യേശുവിനെ നോക്കി പറഞ്ഞേൻ, ഞാൻ യേശുവിന്റെ മകളാകുന്നു, മകനാകുന്നു. ഉറക്കെ പറഞ്ഞെല്ലാവരും. പോരാ, സ്വരം പോരാ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേൻ. ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേൻ. സാത്താൻ കിടുകിട വിറയ്ക്കുന്ന രൂപത്തിൽ പറഞ്ഞേൻ. പാതാളകർത്തം വിറകുള്ളം തരത്തിൽ പറഞ്ഞേൻ. സർവശക്തിയോടെ ഉറക്കെ പറഞ്ഞേൻ. ഇനി അതിന്റെ റൂട്ട്, കാരണം എന്ന് പറഞ്ഞേൻ. കാരണം ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ആരാണ് എന്ന് ആരെന്നെ പഠിപ്പിച്ചു? ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ആരെ പഠിപ്പിച്ചത്? യേശു ക്രിസ്തു. എന്തിലൂടെ പഠിപ്പിച്ചു? ഇതാണ് ക്രിസ്തുവിന്റെ പ്രധാന ഉദ്ദേശം. അതായത് അതുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കാൻ, ഇന്നലെ വരെ സ്വീകരിച്ച കുർബാന അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ കുർബാനയുടെ മാഹാത്മ്യം എത്രമാത്രം അത്യുന്നതമാണെന്ന് ഈശോ പറയുന്ന രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം. ഈ വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ കുർബാന സ്വീകരിക്കേണ്ടത്. എല്ലാവരും നാക്ക് നീട്ടി, ഞാനും നാക്ക് നീട്ടി, അല്പം കൈ നീട്ടലാണല്ലോ. എല്ലാവരും കൈ നീട്ടി, ഞാനും കൈ നീട്ടി. ആ ലാഘബുദ്ധിയോടെ നമ്മൾ സ്വീകരിക്കരുത്. അത്യുന്നതമായ അനുഗ്രഹമാണ് ഞാനിപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത്. ആ വിശ്വാസത്തോടെ ആയിരിക്കണം ഓരോ കുർബാന സ്വീകരിക്കേണ്ടത്. കാരണം ഓരോ കുർബാന സ്വീകരണം എത്രമാത്രം മഹോന്നതമാണെന്ന് ചെറിയവനായ ഞാനല്ല, സർവജ്ഞാനി നമ്മുടെ അപ്പൻ പറയുന്ന രംഗമാണ് യോഹന്നാൻ 6:54. ഉറക്കെ വായിച്ചെല്ലാവരും. ഉറക്കെ വായിക്കേ. ഒന്നും കൂടെ ഉറക്കെ വായിച്ചെല്ലാവരും. എന്റെ ശരീരം ഭക്ഷിക്കാൻ എന്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഓരോ കുർബാന സ്വീകരണം നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമ്മൾ വിശ്വാസം യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞില്ലേ? അതിലൂടെ നമുക്ക് എന്താണ് അവനെ? റോമ 10:9 ഉറക്കെ വായിച്ചെല്ലാവരും. വലിയ സ്വരത്തിൽ തുറന്ന് വായിച്ചെല്ലാവരും.
ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം വിശ്വാസമാണതിൽ നമ്മൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ കുർബാനയിലാകട്ടെ ഓരോ പ്രാവശ്യം യേശുവിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകണം, എൻ്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചയിൽ നിന്നുള്ള രക്ഷയുടെ നാമമാണ് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയുന്നത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യേശുവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് പരിശുദ്ധാത്മ പറയണേ. ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം ഉറക്കെ വായിച്ചേൻ. ഗലാത്യർ 4:6 ഉറക്കെ വായിച്ചേൻ. ഉറക്കെ വായിക്കുക എല്ലാവരും. ആകയാൽ ഇനിമേൽ പിന്നെയോ സ്ത്രീകളെ പ്രയാസപ്പെടേണ്ട, പുത്രി ഇൻക്ലൂഡഡാണ് കേട്ടോ. അടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പുത്രരെങ്കിൽ ദൈവഹിതം അനുസരിച്ച്. ഒന്നുകൂടെ ആ വാചകം മാത്രം വായിച്ച്, പുത്രരെങ്കിൽ. ഒന്നുകൂടെ വായിച്ച എല്ലാവരും. നമ്മൾ ദൈവമക്കളാവുന്നുള്ള അമൂല്യമായ നേട്ടമെന്നാണ് ബൈബിളിലുള്ള എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ അവകാശികളായി മാറുന്നു. ബൈബിൾ എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ ആരായി മാറുന്നു? എല്ലാവർക്കും ബൈബിൾ അനുഗ്രഹത്തിന് അവകാശമില്ല. ആർക്കുള്ളത്? പുത്രരെങ്കിൽ. പറഞ്ഞെല്ലാവരും. അപ്പൊ എനിക്കും നിനക്കോ ബൈബിൾ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആരായി മാറണം? ആരായി ജീവിക്കണം? മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ എത്ര അനുഗ്രഹം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? എല്ലാവരും പറഞ്ഞു 8810 ബ്ലെസ്സിങ്സ് ഉണ്ട് ഇതില്. ഇതെല്ലാം നമുക്കുള്ളതാണ് ദൈവമക്കളായി ജീവിച്ചാൽ മാത്രം. അല്ലെങ്കിൽ ഇല്ല, ദൈവമക്കളായിട്ട് ജീവിച്ചാൽ മാത്രമാണ്. പുത്രരെങ്കിലാണ് അവകാശം. ഇപ്പൊ ബൈബിൾ ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ല എന്നൊക്കെയാ ഈശോയുടെ ആദ്യത്തെ ബ്ലെസ്സിങ് ആണ്. 31-ാം അധ്യായത്തിലെ സന്താന പുഷ്ടിയുള്ളവരായി പെരുകും. ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്. ആ ബ്ലെസ്സിങ് നമ്മുടെ അവകാശമാണ്. ബട്ട് വൺ കണ്ടീഷൻ, നമ്മൾ ദൈവമക്കളായി ജീവിച്ചാൽ. നമ്മൾ ദൈവമക്കളായി, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വിവാഹം നടക്കുന്നില്ല, നമ്മുടെ പ്രായമായകളാണ്, കുട്ടികളുടെ നമ്മുടെ മകളുടെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളിയെ തരാൻ നമ്മുടെ കർത്താവിന് ഒബ്ലിഗേഷൻ ഉണ്ട്, കടപ്പാടുണ്ട്. നമ്മുടെ മക്കളായി ജീവിച്ചാൽ മാത്രമാണ് കടപ്പാട് വേലിയിടാവുന്നത്. വായിച്ചിട്ടില്ലേ? ഉൽപ്പത്തിയുടെ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ, മനുഷ്യനേകനായി നല്ലതല്ലെന്ന് കണ്ട് ചേർന്നിണയാൻ നൽകും. നമ്മുടെ മക്കൾക്ക് നല്ല ഇണകളെ നൽകാൻ കർത്താവിന് കടപ്പാടുണ്ട്. ബട്ട് വൺ കണ്ടീഷൻ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി ജീവിച്ചാൽ. നമുക്ക് ജോലിയില്ല എന്നൊക്കെയാ, നല്ല ജോലി തരാൻ കർത്താവിന് കടപ്പാടുണ്ട്. ഈശോ പറഞ്ഞില്ലേ, നെറ്റിയിൽ വേർപ്പോണ്ട് വേണം നീ ആഹാരം സമ്പാദിക്കാൻ. നമ്മൾ ജോലിയും തയ്യാറാണ്. ഇവിടെ നമ്മുടെ റിട്ടയർഡ് മനുഷ്യനായതുകൊണ്ട് നമ്മുടെ മക്കളുടെ തല ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ മക്കൾക്ക് പഠിപ്പിന് ഒതുങ്ങുന്ന നല്ല ജോലി തരാൻ നമ്മുടെ കർത്താവിന് കടപ്പാടുണ്ട്. എനിക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു കമ്പനി ജോലി ഇതാണ്. ലോകത്തിൽ, ഇന്ത്യയിലല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുക ഓയിൽ കമ്പനികളാണ്. അതിലേറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുക അമേരിക്കൻ ഓയിൽ കമ്പനിയാണ്. അമേരിക്കൻ ഓയിൽ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. എൻ്റെ ജോലി ഷെഡ്യൂൾ എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക്? 28 ദിവസം ജോലി, 28 ദിവസം മുടക്ക്. കേട്ടോ? അങ്ങനെ എല്ലാ മാസം 28 ദിവസം കഴിയുമ്പോൾ നാട്ടിൽ വരാൻ കമ്പനി ചെലവില്. ശമ്പളം എന്ന് പറഞ്ഞാൽ ലോട്ടറി കിട്ടുന്ന പോലത്തെ ആട്ടോ. ഈ 28 ദിവസം മുടക്കിന് ശമ്പളമുണ്ട്. കാരണം നമ്മുടെ ദൈവമക്കളായി ജീവിച്ചാൽ നമുക്കിതൊക്കെ നമ്മുടെ അവകാശമാണെന്നാ ദൈവം പറയണേ. ദൈവമക്കളെ, അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യനെ എത്രമാത്രം അമൂല്യനാണ് എന്ന് പരിശുദ്ധാത്മ പറഞ്ഞു തരുന്നുണ്ട്. ചെറിയവനായ ഞാനൊന്നും പറഞ്ഞു തരില്ല. ഞാൻ ഇവിടെ എന്ത് പറയുന്നതെല്ലാം നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. യേശു ക്രിസ്തു ഒരു മനുഷ്യന്, നമ്മുടെ ഈ 800 പേർക്കല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന 800 കോടി ജനം, ഇന്ന് വരെ ജനിച്ച മനുഷ്യൻ, ഇനി ജനിക്കാൻ പോകുന്ന മനുഷ്യൻ, ഇപ്പൊ ജീവിക്കുന്ന മനുഷ്യൻ, എല്ലാവർക്കും യേശു ക്രിസ്തു എത്രമാത്രം അത്യുന്നതനാണെന്ന് ചെറിയവനായ ഞാനല്ല, വലിയവനായ പരിശുദ്ധാത്മ പറയുന്ന രംഗമാണ്. ബൈബിളിലൂടെയല്ലേ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുക. അതാണ് കൊറിന്ത്യോസ്യരുടെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. 1 കൊറിന്ത്യസ് 3:11 തൊട്ടുള്ള വാക്യങ്ങൾ ഉറക്കെ മനസ്സിലാക്കി വായിച്ചേൻ. 6 സ്റ്റേറ്റ്മെന്റ് ആണ് അതിലുള്ളത് കേട്ടോ. 6 ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഉറക്കെ വായിക്കേ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം. എല്ലാവരും എൻ്റെ മുഖത്തല്ല, അവിടെ നിങ്ങൾക്ക് ലീവ്ലെറ്റ് കിട്ടിയില്ലേ? അതിനെ തന്നിരിക്കണേ. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല. ലീവ്ലെറ്റ്, കാരണം ഈ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹമായി മാറുന്നതാണ് ബൈബിൾ പറയണേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നേ. ഉറക്കെ വായിച്ചേൻ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം. അവിടെ നോക്കി വായിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല, അതിൽ നോക്കി വായിക്കേ. അത് വായിക്കുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണ് എന്ന് കർത്താവ് പറയണോ? എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഉറക്കെ വായിച്ചോ. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം. ദൈവമക്കളെ, അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ പ്രപഞ്ചത്തിൽ എല്ലാ മനുഷ്യന്റെ രക്ഷയുടെ ഏക അടിസ്ഥാനം യേശു ക്രിസ്തുവാണെന്ന് വലിയവനായ ദൈവം ബൈബിളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു.
ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എല്ലാവരും ചേർന്ന് വായിക്കി. അതിനു പുറമെ മറ്റൊന്ന് പണിയാൻ ആർക്കും യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തി ഈ ലോകത്തിലാകട്ടെ പരലോകത്തിലാകട്ടെ ആർക്കും ഒരു നന്മയും പ്രാപിക്കാൻ പറ്റില്ലെന്നാണ് ചെറിയവനായ ഞാനല്ല, വലിയവനായ പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്, ഉറക്കെ വായിച്ചെല്ലാവരും. ആരെങ്കിലും ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെ പണി. നമ്മുടെ ഈ ആത്മീയത എങ്ങനെയാണെന്ന് മാറ്റൊരിച്ച് നോക്കുന്ന നാൾ എനിക്ക് നിനക്കുമുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് പറയണേ. അടുത്ത വാക്യം വായിച്ചോ. കർത്താവിന്റെ ദിനത്തിലത് അതിനെ തിരിച്ചു പറയുന്ന പേരാണ് തനത് ന്യായവിധി. ബൈബിളിൽ നമ്മുടെ ദൈവം പറയുന്ന ഭാഷയാണ് കർത്താവിന്റെ ദിനം. നമ്മുടെ ഈ ജീവിതത്തിൽ ചെയ്ത എല്ലാ ചെയ്തികൾക്കും കണക്ക് കൊടുക്കേണ്ട നാൾ എനിക്കും നിങ്ങൾക്കുമുണ്ട് ദൈവമക്കളെ. എല്ലാം നിങ്ങൾ ആകാശം ഒഴിപോയാലും നിങ്ങൾ കേൾക്കുന്ന ഈ സത്യങ്ങൾ ഒരു നാൾ നിങ്ങൾ നേരിടേണ്ടി വരും. കാരണം ജീവിക്കുന്ന കർത്താവിന്റെ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ കർത്താവ് പറയാണ്, നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ ചെയ്തികളും കർത്താവിന്റെ ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതിനാണ് തിരുസഭ തനത് ന്യായവിധി എന്ന് പറയണേ. ദൈവദിനം പറയുന്ന പേരാണ് കർത്താവിന്റെ ദിനം. രണ്ടും ഒന്ന് തന്നെ. അടുത്ത വാക്യം ഉറക്കെ വായിച്ച എല്ലാവരും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാലത് വെളിവാക്കപ്പെടും. വീണ്ടും പറയാണ്, ഓരോരുത്തരുടെ പണി ഏത് തരത്തിലുള്ള അഗ്നി തെളിയിക്കുകയും ചെയ്യും. അടുത്താണ് ഈ പാരഗ്രാഫിൽ ഏറ്റവും ഗൗരവമുള്ള വാക്യമാണ് നമ്മൾ വായിക്കാൻ പോണത്. ഏറ്റവും ഗൗരവമുള്ള വാക്യമാണ് ഇനി നമ്മൾ വായിക്കാൻ പോണത്. എല്ലാവരും ഉറക്കെ വായിച്ചോ. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ, ഉറക്കെ വായിക്കേ, ആരുടെ പണി നിലനിൽക്കുന്നു അവൻ, ആരുടെ പണി അഗ്നിക്കരയാവുന്നു അവന് നഷ്ടം. അപ്പൊ അതിന് വലിയൊരു ആത്മീയ പൊരുൾ പരിശുദ്ധാത്മ പറഞ്ഞു. പണതുകൊണ്ട് ആർക്ക് സമ്മാനം കിട്ടില്ല. പണതുകൊണ്ട് ആർക്കും വലിയൊരു ആത്മീയ പൊരുളാണ് പരിശുദ്ധാത്മ പറയണേ. പണതുകൊണ്ട് ആർക്ക് സമ്മാനം കിട്ടില്ല. സമ്മാനം കിട്ടണമെങ്കിൽ നിലനിൽക്കുന്ന പോലെ പണിയണം. പറഞ്ഞെല്ലാവരും ഒന്നുകൂടി വാതുറന്ന് പറഞ്ഞേ. അവർക്ക് പറ, വാതുറന്നും കൂടി പറ. എങ്ങനെ പണിയണം? നമ്മൾ പഠിച്ച് വാതി പിന്നാക്കം പോകണം. വീണ്ടും പഠിച്ചോടത്തേക്ക് തന്നെ പിന്നാക്കം പോകണം. പരിശോധകൻ ആരാണെന്നാ കണ്ടത്? അഗ്നി. പറഞ്ഞെല്ലാവരും ആരാ പരിശോധകൻ? എത്ര തരത്തിൽ പണിയാന്നാ കണ്ടത്? ഉറക്കെ പറ. സ്വർണം. എന്നോട് ചേർന്ന് പറ. അല്ലെ വായിച്ചാലും മതി. സ്വർണം, വെള്ളി, രക്തം, തടി, പുല്ല്, വൈക്കോല്. 6 തരത്തിൽ പണിയാന്ന് പറഞ്ഞത്. പരിശോധകൻ അഗ്നിയാന്ന് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആത്മീയത ഒന്ന് വിലയിരുത്താം. സെൽഫ് ഇവാലുവേഷൻ. നമ്മുടെ ആത്മീയ വിലയിരുത്താൻ പോവാണ്. നമ്മുടെ ആത്മീയത പുല്ല് പോലെയാണ് കരുതിയെന്ന് വെക്കുക, അല്ലെങ്കിൽ തടി പോലെ, അല്ലെങ്കിൽ വൈക്കോല് പോലെ. ഈ പുല്ല്, തടി, വൈക്കോല് ഞാൻ ഒരു ഗ്രൂപ്പാക്കി മാറ്റാണ്. എന്നിട്ട് അത് പുല്ലെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ തടി, വൈക്കോലുണ്ട്. നമ്മുടെ ആത്മീയ പുല്ല് പോലെയാണ് കരുതിയെന്ന് വെക്കുക. ഈ പുല്ലിന് അഗ്നിയെ നേരിടാൻ പറ്റുമോ? ഉറക്കെ പറ. അപ്പം കർത്താവിൻ്റെ ദിനത്തിൽ സമ്മാനം കിട്ടുമോ? നിലനിന്നെങ്കിലും സമ്മാനം കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആത്മീയ വളരെ അമൂല്യമായ ഒരു ആത്മപൊരുളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണേ. എൻ്റെ അറിവിൽ ക്ലാസ് ഞാൻ തന്നെ എടുക്കണല്ലോ. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ, പ്രാവർത്തികമാക്കിക്കോ. ഈ ലോകത്തിലും പരലോകത്തിലും നിങ്ങൾ അനുഗ്രഹമായി മാറും. നമ്മുടെ ആത്മീയത പുല്ലെന്ന് പറഞ്ഞാൽ വൈക്കോലും തടി ഞാൻ ഒരുമിച്ച ഒരു വാക്കിൽ പറയുന്നുള്ളൂ. നമ്മുടെ ആത്മീയ പുല്ല് പോലെയാണ് കരുതിയതെങ്കിൽ കർത്താവ് പരിശോധനയുടെ നാളുകൾ വരുമ്പോൾ അഗ്നി നേരിടാൻ പുല്ലിന് സാധ്യമല്ല, നിലനിൽക്കില്ല, സമ്മാനം കിട്ടില്ല. അപ്പൊ ചുരുങ്ങിയത് വെള്ളി പോലെയെങ്കിലും പണിയണം. വെള്ളി ഒരുക്കാൻ പറ്റും, അഗ്നിക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. സ്വർണ്ണാണെങ്കിൽ കുറെ കൂടി സോളിഡായി, രക്താണെങ്കിൽ ഉരുക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ ആത്മീയത എങ്ങനെയാണ് പണിയേണ്ടത്? രക്തത്തെ പോലെ. എല്ലാവരും ഒക്കെ പറഞ്ഞവരും എങ്ങനെ പണിയേണ്ടത്? അപ്പൊ അടുത്ത ചിന്ത വരികയാണ്, എന്താണ് രക്തത്തെ പോലെ പണിയാ? പുല്ല് പോലെ. രക്തം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വെള്ളിയും സ്വർണം ഒരു ഗ്രൂപ്പാക്കി ഞാൻ. പുല്ലെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ തടിയും വൈക്കോലും ഒരു ഗ്രൂപ്പാക്കി മതി. എന്താണ് പുല്ല് പോലെ പണിയാ അല്ലെങ്കിൽ രക്തം പോലെ പണിയാ? അതിൻ്റെ അർത്ഥം എന്താ? വളരെ ലളിതമാണ്. ലളിതമായി ഞാൻ പറഞ്ഞുതരാം. ഈ പ്രപഞ്ചത്തിൽ മറ്റെല്ലാത്തിനേക്കാളും പ്രാധാന്യം ആത്മീയതയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മീയത രക്തത്തെ പോലെ പണിയുന്നു. മറ്റു കാര്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ ആത്മീയതയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ ആത്മീയത പുല്ല് പോലെ കരുതുന്നു, അനുഗ്രഹം കിട്ടില്ല. ഒരു ഉദാഹരണത്തിന്, വീട്ടിൽ വിരുന്നുകാർ വന്നാൽ എന്താ നമ്മൾ മാറ്റി വയ്ക്കുക? ഉണ്ടല്ലാരും വിരുന്നുകാരെന്താ മാറ്റി വയ്ക്കുക? അല്ലെങ്കിൽ പെരുന്നാൾ വന്നാലോ, അല്ലെങ്കിൽ കല്യാണം വന്നാലോ, അല്ലെങ്കിൽ ഭയങ്കര മഴ നമ്മളെന്ത് മാറ്റി വയ്ക്കും? പള്ളിപ്പൊക്കെ മാറ്റും അല്ലേ? ഇന്ന് ഭയങ്കര, നമ്മളിന്ന് ദുബായ് പോണ്ടാണ്, ജോലിയാണെന്ന് വയ്ക്കുക. അവിടെ 2 ലക്ഷത്തിൻ്റെ ശമ്പളം,
കാലത്ത് വരുമ്പോൾ ഭയങ്കര മഴ. എന്നാ വേണ്ട, ഭയങ്കര മഴയില്ല, എന്നാൽ പോട്ടെ, ജോലിക്ക് പോകില്ല. 2 ദിവസം കഴിയുമ്പോൾ ടിക്കറ്റ് നഷ്ടമാവില്ലടാ, അവസാനല്ലേ 10,000-40,000 നഷ്ടമായിക്കോട്ടെ. നമ്മൾ മാറ്റി വയ്ക്കാറുണ്ടോ? മഴയാന്ന് പറഞ്ഞ് ജോലി മാറ്റി വയ്ക്കാറുണ്ടോ? ജോലിക്ക് പോക്ക് മാറ്റി വയ്ക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്താണ് MBBS എൻട്രൻസ് നീറ്റിൻ്റെ പരീക്ഷ കാലത്ത് 10 മണിക്കാണ് സെൻറ്റർ. നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര മഴ. എന്നാ വേണ്ട, ഈ വർഷം നീറ്റ് പരീക്ഷ എഴുതണം, അടുത്ത കൊല്ലം നോക്കാം. മഴയാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാറുണ്ടോ? മുണ്ടള്ളിയിലാരും ദൈവമക്കളെ മഴയാന്ന് പറഞ്ഞ് എന്ത് മാറ്റി വയ്ക്കും? പള്ളി പോക്ക് മാറ്റി വയ്ക്കും. വിരുന്നാര് വന്ന എന്ത് മാറ്റി വയ്ക്കും? കുടുംബ പ്രാർത്ഥന. ഇവിടെ നമ്മൾ ആത്മീയത പുല്ല് പോലെ കരുതുന്നു. ഈ പുല്ല് പോലെയാണ് കരുതുന്നെങ്കിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, തനത് ന്യായവിധി സമയത്ത് നമ്മുടെ ഓരോ ചെയ്തികളും മാറ്റൊരിച്ച് നോക്കുന്ന ആളുടെ നമ്മൾ വായിച്ചത് അവിടെ ഒന്നും നിലനിൽക്കില്ല. നമ്മൾ തഴയപ്പെടും, തള്ളപ്പെടും. പിന്നെ നമ്മൾ നേരിടേണ്ടത് അതിഭയാനകമായ അഗ്നിയാണെന്നാണ്. ആ പാരഗ്രാഫിൽ ഒരു വാക്യം കൊണ്ട് വായിക്കാനുണ്ട്. 15ാമത്തെ അവസാന വാക്യം ഒന്ന് വായിച്ചേൻ. എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം വായിക്കുക. പാരഗ്രാഫിൽ അവസാന വാക്യം വായിച്ചേൻ. എങ്കിലും പിന്നെ എന്ത് രക്ഷപ്പെടാ? അപ്പൊ ദൈവമക്കളെ, ഈ വലിയ നോയമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിന് സമഗ്രമായൊരു മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ ആത്മീയത വെള്ളി പോലെയല്ല, രക്തം പോലെ കരുതാം. മറ്റെല്ലാത്തിനും എനിക്ക് പറയാൻ യോഗ്യതയുണ്ട്. ഞാനവിടെ പഴയനൂർ വലിയ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇവിടേക്ക് വന്നത്. ഭയങ്കര മഴ മുഴുവൻ നനഞ്ഞാ വന്നത്. ദൈവമക്കളെ, കാരണം ആത്മീയത രക്തത്തെ പോലെ കരുതും. അതുകൊണ്ടാണ് ലിബിലിറ്റൊക്കെ നിങ്ങൾക്ക് തന്നത്. കാരണം ഈ സത്യങ്ങൾ ഞാനിവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാചകം പറഞ്ഞ് അടുത്ത വാചകം പറഞ്ഞ് ഇത് മറന്നു പോകും. അങ്ങനെ മറന്നു പോകാതിരിക്കാനാണ് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് കാശ് ചെലവാക്കിയിട്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് എൻ്റെ വക ചെയ്യണം കേട്ടോ. ദൈവമക്കളെ, ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾ അനുഗ്രഹമായി മാറണം. കാരണം ഈ പ്രപഞ്ചത്തിൽ ഈശോയുടെ ഭാഷയിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഏക തടസ്സം 35,397 വാക്യമുള്ള ബൈബിൾ നിങ്ങൾ വായിച്ചു. എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹമായി മാറുന്നില്ല? ഒരു കാരണമേ ഈശോയ്ക്ക് പറയാനുള്ളൂ. ലോകത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാർക്ക് 10,000 കാരണം പറഞ്ഞു തരാറുണ്ട്. ഈശോയ്ക്ക് ഒരു കാരണം, എന്തുകൊണ്ട് നമ്മളൊരു അനുഗ്രഹമായി മാറുന്നില്ല. ഈ ബൈബിൾ മുഴുവൻ നിങ്ങൾ വായിച്ച ഒരു വാക്യേ അതിന് ഈശോ പറയുന്നുള്ളൂ. അതാണ് മർക്കോസ് 12:24. കുറെ പേര് ലീവറില്ല, ബൈബിളില്ലാത്തൊന്നും ഞാൻ പറയില്ല, ചിലപ്പോൾ ലീവറില്ലാത്ത പറയും. മർക്കോസ് 12:24 എങ്ങനെയാണ് പറയാ? എല്ലാവരും അവർക്ക് പറഞ്ഞ വിശുദ്ധ ലിഖിതങ്ങളോ, വാതുറന്നുറക്ക വായിക്ക് പറയാം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപതാതെ പരാജയമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. ദൈവമക്കളെ, യേശുവാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കുന്നത്. ഏദൻ തോട്ടത്തിൽ എല്ലാ സന്തോഷവും ആസ്വദിച്ച മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും കടന്നു വന്നു. ആ ദുഃഖമാണ് ഇന്ന് നമ്മളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ നമ്മൾ ഈ 10,000 പേരെ ഉദ്ദേശിച്ചിട്ടല്ലേ പറയണേ? ജീവിക്കുന്ന 800 കോടി ജനത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസനം, മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുക്കാൻ. എത്ര തരത്തിലാണ് മനുഷ്യ ദുഃഖം ഉണ്ടാക്കണമെന്നറിയും നിങ്ങൾക്ക്? നിങ്ങൾ ആരുടെ ദുഃഖം എടുത്തോ, അനലൈസ് ചെയ്തോ. ചേച്ചി ഇവിടെ ക്ലാസ് പറയുമ്പോൾ ഇവിടെ നോക്കുക, വായിക്കല് പിന്നെ വായിക്കാം. ലീവലിറ്റി സ്വന്തമാണ്, അതോടെ നിങ്ങൾക്ക് സ്വന്തമാണ്. വീട്ടിൽ പോയി 100 വട്ടം വായിച്ചോ. ഞാൻ പറയുന്നത് കേട്ടാലേ അത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, അത് പിന്നെ കയ്യിൽ വെച്ചോ. ഞാൻ പറയുമ്പോൾ പറയണ ചുരുട്ടി വെച്ചു. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ദൈവമക്കൾ, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരിക? ഇവിടെ പറയുമ്പോൾ ഇത് നോക്ക്, പറയുന്നില്ല. ഓരോന്നിന് വിശദീകരണം ഉണ്ട്, എങ്കിലേ അത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ തന്നാൽ പോരെ? ദൈവമക്കളെ, യേശു മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളും, എത്ര മേഖലയിൽ മനുഷ്യ ദുഃഖം ഉണ്ടെന്നറിയോ? നിങ്ങൾ ഈ ലോകത്തിൽ ആരുടെ ദുഃഖം എടുത്തോ, അതിൻ്റെ പിന്നിൽ 5 കാര്യങ്ങളെ പ്രവർത്തിക്കുന്നുള്ളൂ. 5 വേണമെന്നില്ല. ഞാനിവിടെ പറയാൻ പോണ 5-ൽ ഏതെങ്കിലും ഒന്നുണ്ടായാലും മതി. ഞാനിവിടെ പറയാൻ പോണ കാര്യങ്ങളിൽ ഒന്നുപോലും ഇല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ദുഃഖമില്ല. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? എല്ലാവരും ഒക്കെ പറ, പാപങ്ങൾ. പറഞ്ഞെല്ലാവരും ഉറക്കെ പറ, പാപങ്ങൾ. നമ്മുടെ പാപം തന്നെ ആവണമെന്നില്ല. നമ്മളുമായി അടുത്തിടപെടുന്നവരുടെ പാപം നമുക്ക് ദുഃഖം തരും. ഉദാഹരണത്തിന്, കുടുംബനാഥൻ ഒരു കള്ളുടിയാണെന്ന് വെക്കുക. ഉത്തരവാദിത്തമില്ലാത്ത ജീവിതമാണ്. അതിൻ്റെ പ്രയാസം ആര് അനുഭവിക്കും? ഭാര്യ മാത്രമാണോ? മക്കൾ അനുഭവിക്കില്ലേ? പാമ്പപ്പൻ്റെ ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നമ്മളായതുകൊണ്ട് ആ പ്രയാസം. അപ്പം നമ്മുടെ പാപമാവണമെന്നില്ല. നമ്മുടെ പാപം അല്ലെങ്കിൽ നമ്മുടെ അടുത്തിടപെടുന്ന പാപമാണ് ഈ ലോകത്തിലെ ദുഃഖത്തിൻ്റെ ഒരു കാരണം. അല്ലെ നമ്മുടെ മോൻ താന്തൂനിയായി പോയി, അല്ലെ മോള് ഒരു പ്രാപത്തിന് പിന്നാലെ പോയി. അതിൻ്റെ പ്രയാസം ആർക്കുണ്ടാവും? മാതാപിതാക്കന്മാർക്കുണ്ടാവില്ലേ?
മാതാപിതാക്കൾ മാത്രമാണോ? മറ്റു സഹോദരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മളുമായി അടുത്തിടപെടുന്ന പാപമാണ് ഈ ദുഃഖത്തിൻ്റെ ഒരു കാരണം. എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം പാപങ്ങളല്ല. ഈ ലോകത്തിൽ ദുഃഖമുണ്ടാകുന്ന രണ്ടാമത്തെ കാരണമാണ് രോഗങ്ങൾ. പറഞ്ഞെല്ലാവരും വാതർന്നവർക്ക് പറഞ്ഞേൻ. നമുക്കൊക്കെ രോഗം വന്നാൽ സന്തോഷ ദുഃഖം ഉണ്ടാവണേ. ഉറക്കെ പറ വാതർന്ന് പറ. നമ്മുടെ മക്കൾക്ക് വന്നാലോ, അപ്പന് വന്നാലോ, ഉറക്കെ പറ, അമ്മയ്ക്ക് വന്നാലോ, അമ്മായിമ്മയ്ക്ക് വന്നാലോ, ചിലരുടെ മുഖത്തൊക്കെ സന്തോഷമുണ്ട്. ദൈവമക്കളെ, നമ്മളുമായി അടുത്തിടപെടുന്നവരുടെ രോഗമാണ് ദുഃഖത്തിൻ്റെ ഒരു കാരണം. ഈ ലോകത്തിൽ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം രോഗങ്ങളല്ല. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖം ഉണ്ടാക്കുന്ന മൂന്നാമത്തെ കാരണമാണ് ശാപങ്ങൾ. പറഞ്ഞെല്ലാവരും. കാരണം നാം ചെയ്യുന്ന ചില പാപങ്ങൾക്ക് തിരുസഭയുടെ ഭാഷ പറഞ്ഞാൽ കാലി ശിക്ഷയുണ്ട്. കാലി ശിക്ഷ 3 തരത്തിലാണ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുക. ഒന്നുകിൽ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ, അല്ലെങ്കിൽ ജഡത്തിൽ വലിയ സഹനങ്ങളിലൂടെ. ഇത് രണ്ടും ഇല്ലാണ്ടൊരു സൂത്രപ്പണിയുണ്ട്, ദണ്ഡവിമോചന പ്രവൃത്തികളിലൂടെ. ഇപ്പം ഈ വലിയ നോമ്പിൽ ഇപ്പം ഈ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദണ്ഡവിമോചനമുണ്ട്, ഈ പറയുന്ന എനിക്കും ദണ്ഡവിമോചനമുണ്ട്. പക്ഷേ ദൈവമക്കളെ, അതിലൂടെ നമുക്ക് ഈ ശാപങ്ങൾ നിർവീര്യമാകും. ശാപത്തിൻ്റെ കാലിക ശിക്ഷ കേട്ടോ. എല്ലാ പാപത്തിനും ഒരു പ്രതിവിധിയുള്ളൂ. എല്ലാവരും പറ, അനുദപിച്ച് കുംസാരിക്കുക. പറഞ്ഞെല്ലാവരും. കുംസാരിച്ച് കഴിഞ്ഞാലും നമ്മൾ ചെയ്ത പാപം അതിഭയങ്കരമായ പാപമാണെങ്കിൽ, ദൈവത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ശാപകരമായ പാപമാണെങ്കിൽ, ഇനി തിരുസഭയുടെ ഭാഷ പറഞ്ഞാൽ എല്ലാവരും പറ, ദൈവത്തിരുമുമ്പിൽ ദൈവത്തിരുമുമ്പിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ. പറഞ്ഞെല്ലാവരും. നമ്മുടെ തിരുസഭ പാപങ്ങളെ 5 ഗ്രൂപ്പായിട്ട് മാറ്റിയാണ്. എത്ര ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ടുണ്ട്? നിങ്ങളുടെ നമസ്കാര പുസ്തകത്തിൽ കാണാൻ സാധിക്കും. എത്രയാണ് ഗ്രൂപ്പ്? 5 ഗ്രൂപ്പ്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് വേദപ്രമാണങ്ങൾ 10. പറഞ്ഞെല്ലാവരും വായിച്ചല്ലേ നമ്മള്. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് തിരുസഭയുടെ കൽപ്പനകൾ, അത് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് പരിശുദ്ധാത്മാവിന് എതിരായ പാപങ്ങൾ. വായിച്ചല്ലേ? അത് 6 എണ്ണാണുള്ളത്. നാലാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ് മൂലപാപങ്ങൾ. വായിച്ചല്ലേ? ഇതൊക്കെ നിങ്ങളുടെ നമസ്കാരത്തിലാണ്. ഇത് 4ഉം കൂടാതെ വേറൊരു കാറ്റഗറി പാപമുണ്ട്. നിങ്ങളുടെ നമസ്കാര പുസ്തകത്തിലുണ്ടാവും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. എൻ്റെ അറിവിൽ ആ പാപത്തെ ഞാൻ മാത്രം എടുക്കണം കണ്ടിട്ടുള്ളൂ, വേറെ ആരും എടുക്കണം കണ്ടിട്ടില്ല. ദൈവമക്കളെ, അതാണ് ഏറ്റവും ഗൗരവമേറിയ പാപം. ആ ഗൗരവമേറിയ പാപത്തിന് തിരുസഭ പറയുന്നത് എങ്ങനെയാണ്? എല്ലാവരും അവർക്ക് പറഞ്ഞ ദൈവത്തിരുമുമ്പിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ. അവർക്ക് പറഞ്ഞ എല്ലാവരും. നമ്മൾ ചില പാപം ചെയ്തു കഴിഞ്ഞാൽ കുംസാരത്തിൽ ഏറ്റു പറയുമ്പോൾ അതിൻ്റെ പാപത്തിൻ്റെ പോർഷൻ മാറും, അതിൻ്റെ കടങ്ങളുടെ പോർഷൻ. അതിന് തിരിച്ചു പറയാ കാലി ശിക്ഷ എന്നാണ് പറയാ. ഞങ്ങൾ പഴയ ആളുകൾ പറയാം ഉത്തിരിപ്പ് കടന്നൊക്കെ പറയും. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേന്ന് മാത്രമല്ല പ്രാർത്ഥിക്കണേ, പിന്നെന്താ പ്രാർത്ഥിക്കണേ? ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും. ഇനി സ്വർഗസ്ഥനായ ഇന്ന് കുർബാനയുണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവസാനം നമ്മൾ ചെല്ലില്ലേ കുർബാന സ്വീകരണത്തിന് മുമ്പ്? കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും. കടം വേറെ, പാപം വേറെ. കുമ്പസാരം കഴിഞ്ഞ് റിമെയിൻ ഉണ്ടാകുന്നതിനാണ് കടന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാപങ്ങളുടെയാണ് ബൈബിളിൽ നമ്മുടെ പിതാവായ ദൈവം ശാപകരമായ പാപം എന്ന് പറയണേ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ ദുഃഖം ഉണ്ടാക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണമാണ് ശാപങ്ങൾ. അത് ചിലപ്പോൾ നമ്മൾ ചില ശാപകരമായ പാപം നമ്മൾ ചെയ്താൽ അതിൻ്റെ പരിണതഫലം നമ്മുടെ മക്കളോ പേരക്കുട്ടികളുടെ പേര് അപ് ടു 4th ജനറേഷൻ അതിൻ്റെ അനർത്ഥം അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്തിൽ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാരണമാണ് ശാപം. ഈ ലോകത്തിന് മനുഷ്യ ദുഃഖം ഉണ്ടാക്കുന്ന 4ാമത്തെ കാരണമാണ് വേദന. പറഞ്ഞെല്ലാവരും ഒന്നുകൂടെ അവർക്ക് പറഞ്ഞേ. വേദന. കാല് കല്ലുമ്മ തട്ടുമ്പോ എന്തുണ്ടാവും? വേദനയില്ലേ? ഒന്നുറക്കെ പറ. എന്തുണ്ടാവും? സന്തോഷ ദുഃഖ തരണേ. അത് ശരീരത്തിന്റെ വേദനയാണ്. മനസ്സിന്റെ വേദനയുണ്ട്. വളർത്തി വലുതാക്കിയ മക്കൾ വഴി വെളിച്ചു പോകുമ്പോൾ മനസ്സിന് വലിയൊരു വേദനയുണ്ട്. ആ വേദന നമുക്ക് ദുഃഖ സന്തോഷം തരണേ. ദുഃഖല്ലേ? ആത്മാവിന്റെ വേദനയുണ്ട്. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കും, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, അത് ആത്മാവിന്റെ വേദന. ദൈവമക്കളെ, അത് നമുക്ക് ദുഃഖം തരുന്നു. എല്ലാത്തിനും 3 മേഖലയുണ്ട് കേട്ടോ. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖമുണ്ടാക്കുന്ന 4ാമത്തെ മേഖലയാണ് ദൈവമക്കളെ വേദന. ഈ ലോകത്തിൽ മനുഷ്യ ദുഃഖമുണ്ടാക്കുന്ന 5ാമത്തെ കാരണം എന്താണ്? എല്ലാവരും ഉറക്കെ പറ. പ്രിയപ്പെട്ടവരുടെ മരണം. ഈ 5ൽ ഏതെങ്കിലും ഒന്നില്ലാതെ ഈ ലോകത്തിൽ ആർക്കും ദുഃഖമില്ല. നിങ്ങൾ ആരുടെ ദുഃഖം എടുത്തോ, അനലൈസ് ചെയ്ത് പിന്നാക്കം പൊക്കോ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് ചെല്ലും. ഈ പറഞ്ഞ ഏതെങ്കിലും ചിലപ്പോൾ 2, 3, 4, 5 ഉണ്ടാവും.
ഒന്നുപോലും ഇല്ലാതെ ഈ ലോകത്തിൽ ആർക്ക് ദുഃഖമുണ്ടാകുന്നില്ല. ഇതെല്ലാം ഏറ്റെടുക്കാനാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്. അതുകൊണ്ടാണ് അവൻ നമ്മുടെ ദുഃഖങ്ങളാണ് ചുമന്നെന്ന് ബൈബിൾ പറയണ എൻ്റെ രംഗം. ദൈവമക്കളെ, ഇനി അടുത്തായിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അടുത്ത് എന്തുകൊണ്ടാണ് മനുഷ്യന് 5 മേഖലയുടെ ദുഃഖമുണ്ടാകുന്നത്? അതിന് വ്യക്തവും സ്പഷ്ടമായ കാരണ സഹിതം നമ്മുടെ അപ്പൻ ബൈബിളിലൂടെ നമ്മുടെ അപ്പൻ നമ്മളോട് സംസാരിക്കുക, തന്നെ മക്കൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ ലളിതമായി പറഞ്ഞുതരാം. എല്ലാവരും ഉറക്കെ പറ. ഏദൻ തോട്ടത്തിൽ, സ്വരം പോരാ, ഉറക്കെ പറഞ്ഞ ഏദൻ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. ഈ അനുസരണക്കേടിലൂടെ മാനവകുലത്തിന്റെ മേൽ 5 തകർച്ചകൾ വന്നു. എത്ര തകർച്ച വന്നു? നമ്മളെല്ലാവരും പാപം വന്നു എന്നാണ് പറയാ. ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ പാപം മാത്രമല്ല, അതിന് പിന്നാലെ രോഗം കടന്നു വന്നു, വേദന കടന്നു വന്നു, ശാപം കടന്നു വന്നു, മരണം. 5 തകർച്ചകൾ വന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തവും സ്പഷ്ടമായിട്ട് നമ്മുടെ അപ്പൻ തൻ്റെ മക്കൾക്ക് ബൈബിളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ബൈബിളിലൂടെ നമ്മുടെ പിതാവ് തൻ്റെ മക്കളോട് സംസാരിക്കുക. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ലീവിലുണ്ട്. എല്ലാവരും ഉറക്കെ വായിച്ചാൽ ആദ്യ അനുസരണയിലൂടെ മാനവകുലത്തിന് വന്ന ആദ്യത്തെ തകർച്ചയാണ് കൽപ്പനയുടെ ലംഘനമാണെന്ന് ഉറക്കെ പറഞ്ഞ കൽപ്പന ലംഘനമാണ്. എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു മിനിറ്റ്, എല്ലാവരും നോക്കും. ദൈവത്തിൻ്റെ കൽപ്പനയാണ് ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, സാത്താൻ തിന്നോളം പറഞ്ഞു. ഒരു കൽപ്പന ലംഘിച്ചോ ഇല്ലയോ? ഉറക്കെ പറ. കൽപ്പന ലംഘിച്ചോ? ഉടനെ അവർ ജീവിതത്തിലേക്ക് എന്ത് കടന്നു വന്നു? പാപം. അപ്പൊ കൽപ്പന ആദ്യം വന്ന് പാപാണ്. പിന്നെ എന്തൊക്കെയാ വന്ന്? വായിച്ച താഴേക്ക് ഉറക്കെ വായിച്ചോ. എല്ലാവരും ഉറക്കെ വായിക്കി. ഉൽപ്പത്തി 3-ന്റെ 15 തൊട്ട് താഴേക്കുള്ള വാക്യം ഉറക്കെ വായിച്ച എല്ലാവരും. അതിനെ നിങ്ങൾക്ക് ലീവിലിട്ട് തന്ന് ഉറക്കെ വായിക്കും എല്ലാവരും. ഉറക്കെ വായിച്ചോ, വേഗം വായിച്ചോ. അവിടെ പറയാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ എന്തുണ്ടാക്കും? അവർക്ക് പറഞ്ഞേൻ, ഒന്നും കൂടെ അവർക്ക് പറഞ്ഞേൻ. ശത്രുത രോഗത്തിന്റെ പ്രതീകമാണ്. എന്തിന്റെ പ്രതീകമാണ്? നമ്മുടെ മക്കൾക്ക് നല്ല നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു, വളരെ വില കൂടിയ ബേക്കറികളെ, പക്ഷെ അത് പലതും അവരെ രോഗികളാക്കി മാറ്റുന്നു. നമ്മൾ വെണ്ടയും വഴുതിനെയൊക്കെ നടന്നു, കീടങ്ങൾ വന്നതിനെ വലിയ ക്രോധത്തോടെ നശിപ്പിച്ചു കളയുന്നു, കളകളുമായിട്ട് മെഴുകി കളയുന്നു. ശത്രുത അതൊക്കെ രോഗമാക്കി മാറ്റുന്നു. ശത്രുത രോഗത്തിന്റെ പ്രതീകമാണ്. എന്തിന്റെ പ്രതീകമാണ്? അപ്പൊ അനുസരണക്കേടിലൂടെ ആദ്യം വന്ന തകർച്ചയാണ് പാപം കടന്നു വന്നു. രണ്ടാമത് ഇപ്പൊ എന്താ കടന്നു വന്നത്? രോഗം കടന്നു വന്നു. വായിച്ചോ, താഴേക്ക് വായിച്ചോ, വീണ്ടും വായിക്കേ, തുടർന്ന് വായിക്കെല്ലാവരും. അവർക്ക് വായിച്ച അവൻ അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, അവർക്ക് വായിക്കെല്ലാവരും, നിന്റെ ഗർഭാരിഷ്ടത ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടുകൂടെ കുഞ്ഞുങ്ങളെ. എന്നോട് എന്താ പറഞ്ഞ? അവിടെ എന്ത് വരണ കണ്ടു നമ്മൾ? വേദന. അവർക്ക് പറഞ്ഞ എല്ലാവരും. ബൈബിളിൽ ആദ്യത്തെ വേദന എന്ന വാക്കാണ് രണ്ടാമത്തെ നെഗറ്റീവ് വാക്ക്. ആദ്യത്തെ നെഗറ്റീവ് വാക്ക് ശത്രുത. അതിനു മുമ്പ് നെഗറ്റീവ് വാക്ക് ബൈബിളിലില്ല. ആദ്യത്തെ നെഗറ്റീവ് വാക്ക് ശത്രുതയാണ്, രണ്ടാമത്തെ നെഗറ്റീവ് വാക്കാണ് വേദന. ആദ്യത്തെ വേദന എന്ന വാക്ക് അത് തന്നെ. ദൈവമക്കളെ, അനുസരണക്കേടിൽ വന്ന 3-ാമത്തെ തകർച്ചയാണ് വേദന. ഇപ്പൊ എന്തെല്ലാം നമ്മൾ കടന്നു പറഞ്ഞ കണ്ടു? ഉറക്കെ പറഞ്ഞ എല്ലാവരും. പാപം കണ്ടു, പിന്നെന്താ വന്നത്? രോഗം കണ്ടു, പിന്നെന്താ കണ്ടത്? വേദന. ഇനി വായിക്കേ, കണ്ടിന്യൂ വായിക്കേ. ഒരാളുടെ സ്വരം ഞാൻ കേൾക്കുള്ള എല്ലാവരും തുറന്ന് ഉറക്കെ വായിച്ചേൻ. ഉറക്കെ ഒന്നുകൊണ്ട് ഉറക്കെ വായിച്ചേൻ. തിന്നരുന്ന് പറഞ്ഞ സ്ത്രീയുടെ വാക്ക് കേട്ട് തിന്നത് പോലെ നീ മൂലം മണ്ണ് ശപിക്കാം. ബൈബിൾ ആദ്യത്തെ, അതിന് മുമ്പ് ഒരു ശാപമുണ്ടായി, ഞാൻ കൂട്ടിയിട്ടില്ല, ആ പിശാചിനുള്ളതാണ്. ആദ്യമായി ആ വാക്ക് വരുന്ന ഇവിടെയാണ്. മനുഷ്യന്റെ, ഞാൻ പിശാചിനെ കൂട്ടിയിട്ടില്ല കേട്ടോ. ബൈബിളില് 216 പ്രാവശ്യമാണ് ശാപം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട. 430 പ്രാവശ്യം അനുഗ്രഹം എന്ന വാക്കും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യമായി ആ വാക്ക് മാനകുലത്തിന്റെ മേൽ വരുന്നതിന്റെ ഒരു കാരണം അനുസരണിക്കേണ്ട ഒരു പരിണത ഫലമാണ്. ആ പരിസരണിക്കേണ്ട പരിണത ഫലം കടന്നു വന്ന ഓരോ തകർച്ചകൾ പറഞ്ഞ് ആദ്യം പാപം കണ്ടു, പിന്നെ ഏതാ കണ്ടത്? രോഗം കണ്ടു, പിന്നെ ഏതാ കണ്ടത്? വേദന കണ്ടു, ഇപ്പൊ എന്താ കണ്ടത്? ശാപം. വായിച്ചോ, ഇനി വായിച്ചോ, കണ്ടിന്യൂ. ഉറക്കം എല്ലാവരും തുറന്ന് വായിക്കേ.
അത് നിനക്കായി മുള്ളും മുൾച്ചെടിയും മുളപ്പിക്കും. മണ്ണിനെടുക്കപ്പെട്ട് നീ മണ്ണോട് ചേർന്ന് നെറ്റിയിലെ വേർപ്പുകൊണ്ട് നീ ഭക്ഷണം സമ്പാദിക്കും. അഞ്ചാമത്തെ തകർച്ചയാണ് നീ പൊടിയാണ്, പൊടിയിലേക്ക്. അതും പ്രതീകാത്മമായ ഭാഷയിലാണ് പറയണേ. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്തിനാ ദൈവം ഉദ്ദേശിക്കുന്നത്? മരണത്തെ. പറഞ്ഞെല്ലാവരും മരണത്തിലല്ല ഉദ്ദേശിക്കണേ. അപ്പൊ ഏതെങ്കിലും തോട്ടത്തെ അനുസരിക്കലിലൂടെ എത്ര തകർച്ച വരുന്നതായിട്ടാണ് ബൈബിളിലൂടെ ദൈവം പറഞ്ഞു തരുന്നത്. എല്ലാവരും നമ്മുടെ ഉറക്കെ പറഞ്ഞ വിരലും വെള്ളി പറഞ്ഞ പാപം, ഉറക്കെ പറ പാപം. പിന്നെന്താണ്? രോഗം. പിന്നെന്താ കണ്ടത്? വേദന. പിന്നെന്താ കണ്ടത്? ശാപം. പിന്നെന്താ കണ്ടത്? അതുകൊണ്ടാണ് നമുക്ക് 5 മേഖലയുടെ ദുഃഖം ഉണ്ടാകുന്നത്. ഇനി ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം ഈ 5 മേഖലയിൽ നമ്മൾ രക്ഷിക്കാനാണ്. നമ്മുടെ പാപം ഏറ്റെടുക്കാൻ മാത്രമല്ല ഈശോയുടെ ഉദ്ദേശം. മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം മേഖലയുടെ ദുഃഖമുണ്ടോ അതിൽ നിന്നെല്ലാം മനുഷ്യൻ രക്ഷിക്കാനാണ് ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമൃത്താനം, രക്ഷാകന്റെ കൃത്യം മുഴുവൻ. ഇനി നമ്മൾ അടുത്തായിട്ട് ചിന്തിക്കാൻ പോണത് ഈശോയുടെ കുരിശുമരണത്താൽ. കുരിശുമരണം ആഘോഷിക്കുന്ന ആളുകളല്ലേ രക്ഷാകന്റെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുങ്ങുന്ന ആളുകളല്ലേ ഇപ്പോൾ. ഈശോയുടെ കുരിശുമരണത്താൽ 5 ഏറ്റെടുക്കുന്നതായിട്ട് ബൈബിളിലുണ്ടോ? ബൈബിളുണ്ടെങ്കിലേ നിങ്ങൾ വിശ്വസിക്കാവൂ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കരുത്. ബൈബിളുണ്ടെങ്കിൽ വിശ്വസിച്ചേ മതിയാവൂ. കാരണം വിശ്വാസികളായ നമ്മുടെ അടിസ്ഥാന വിശ്വാസ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. നമ്മുടെ ഈശോയുടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണത്താനം ഇത് 5 ഏറ്റെടുക്കാനാണെന്ന് അർത്ഥം വരുന്ന ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഒരു വാക്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിശ്വസിച്ചൂടെ? നമ്മൾ ഓരോന്നിൻ്റെ 4-5 വാക്യം വെച്ച് പഠിക്കാൻ പോകണം. ആദ്യമായിട്ട് ഈശോയുടെ കുരിശുമരണത്താൽ നമ്മുടെ പാപം ഏറ്റെടുക്കുന്നുണ്ടോ? ഉറക്കെ വായിക്കുക എല്ലാവരും. ഏശയ്യാ 53-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഉറക്കെ വായിച്ചാൽ. ഏശയ്യാ 53:5 ഉറക്കെ വായിച്ച എല്ലാവരും. ഉറക്കെ വായിക്കുക എല്ലാവരും. ഉറക്കെ വായിക്കുകയും. അവന്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ശബ്ദത്താൽ നാം ഈ അതിക്രമം, അകൃത്യം എന്നൊക്കെ പറഞ്ഞാൽ പാപത്തിന്റെ പര്യായ വാക്കാണ്. അപ്പൊ പാപം എന്ന വാക്ക് ഞാൻ കോമൺ ഉപയോഗിക്കും. ഈശോയുടെ വിവരിക്കാൻ പറ്റാത്ത കൊടിയ പാടുപീടുകള് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണെന്നാണ് പിതാവ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് യേശു ചിന്തപ്പെട്ട തിരുരക്തത്തിന് അമൂല്യത എത്ര വലുതാണെന്ന് യോഹന്നാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം ദൈവമക്കളെ 1-ാം അധ്യായം 7-ാം വാക്യം ഉറക്കെ വായിച്ചേൻ. എല്ലാവരും ഉറക്കെ വായിക്കേ. ഈശോ ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നില്ല. ഉറക്കെ വായിക്കേ. ലിബിലിറ്റി കിട്ടിയില്ലേ നിങ്ങൾക്ക്? എല്ലാവരും ഒരുമിച്ച് വായിക്കേ. ഇല്ലാത്തൊരപ്പുറത്ത് ഇല്ലേ കുറച്ച് പേരുണ്ടെങ്കിൽ കൊടുത്തോ. അവിടെ കുറെ ലിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കുറെ. ഉറക്കെ വായിച്ചേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിലും നമ്മളെ ദൈവമക്കളെ. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1:29 ഉറക്കെ വായിച്ച എല്ലാവരും. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായ റോമാക്കാരുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6, 7, 8, 9 വാക്യത്തിൽ ഈശോയുടെ പീഡാസഹനം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നമ്മുടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റോമാ 5:6 ഉറക്കെ വായിച്ച എല്ലാവരും. ഉറക്കെ മാതർന്ന് വായിച്ച എല്ലാവരും. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുനിഞ്ഞെന്ന് വരാം. എന്നാൽ ഉറക്കെ വായിക്കാൻ എന്നോട് ചേർന്ന്, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മളുള്ള തൻ്റെ സ്നേഹം ദൈവമക്കളെ ഈശോ ചിന്തപ്പെട്ട തിരുരക്തം ദൈവമക്കളെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു. എല്ലാവരും ഉറക്കെ വായിക്കേ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യമാണ്. കുറെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഈ വാക്യത്തിന്റെ എല്ലാത്തിനെയും കണ്ടന്റ് ഒന്നുള്ളൂ. ഈശോയുടെ കുരിശുമരണം നമ്മുടെ പാപം ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കുംസാരക്കൂട്ടിൽ നമ്മൾ കുംസാരിക്കുമ്പോൾ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായ മോചനദ്രവ്യമായി ഈശോ 2000 വർഷം കുരിശിൽ തൂങ്ങപ്പെട്ടു. ആ കുരിശിലെ ബലിയുടെ അത്യുന്നതമായ യോഗ്യത തിരിച്ചവിടെ അനുഗ്രഹത്തിന് ചാനലായ വൈദികരിലൂടെ കുംസാരക്കൂട്ടിൽ ദൈവമക്കളായ നമ്മൾ പാപമോചനത്തിന്റെ രൂപത്തിൽ പ്രാപിക്കുന്നു. ഈശോയുടെ കുരിശുമരണത്തിന്റെ ഒരു യോഗ്യതയാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുക. ഈശോയുടെ കുരിശുമരണത്തിന്റെ
അടുത്ത യോഗ്യത നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കാനാണ്. യെശയ്യായുടെ പ്രവചനം 53 അധ്യായത്തിന് 5 വാക്യം ഉറക്കെ വായിക്ക്. നമ്മുടെ എല്ലാവരും എന്നോട് ചേർന്ന് വായിക്ക്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു, അവന്റെ മേൽ ശിക്ഷ നമുക്ക്, അവന്റെ ക്ഷതത്താൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോ ഏറ്റ ഓരോ അടികളും ഓരോ ക്ഷതങ്ങളും നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. ദൈവമക്കളെ, ഞാൻ 42ാമത്തെ വർഷമാണ് സുവിശേഷ വേലയിൽ. 1000 അല്ല, 10,000 അല്ല, ലക്ഷക്കണക്കിന് രോഗങ്ങൾ ഈശോ സുഖപ്പെടുന്നത് കർത്താവിന്റെ ആത്മശേഷന്മാര് വിടുതൽ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട ബെന്നി പീറ്റർ അച്ഛനാകട്ടെ, അല്ലെ ഓരോ ആത്മശേഷന്മാരാകട്ടെ, അവിടെ ഒരുപാട് രോഗങ്ങൾ ഈശോ ഓരോ ധ്യാനത്തിലും സുഖപ്പെടുന്നത് ഇന്നും ഇവിടെ നടക്കും. അത് നടക്കുന്നതിന്റെ കാരണം ഈശോയുടെ കുരിശുമരണത്തിന്റെ ഒരു യോഗ്യത നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷം 8 അധ്യായം 17 വാക്യം, മത്തായി 8:17 എല്ലാവരും ഉറക്കെ വായിച്ചേൻ. അവൻ നമ്മുടെ ഉറക്കെ വായിക്ക്. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ സ്വന്തം ശരീരത്തിൽ, ഈശോ കുരിശിൽ വഹിച്ചത് നമ്മുടെ പാപം മാത്രമല്ല, രോഗങ്ങൾ. ആ രോഗത്തെ ഈശോയുടെ കുരിശുമരണത്തിന്റെ അത്യുന്നതകരമായ രോഗശാന്തി നിനക്ക് കിട്ടണമെങ്കിൽ നീ ഉറച്ച് വിശ്വസിക്കണം, എൻ്റെ കർത്താവിൻ്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. അതാണ് ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങളിൽ ഉറപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ വിശ്വാസം മാത്രമേ നമുക്ക് രോഗശാന്തി തരുള്ളൂ. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഒരുപാട് രോഗസൗഖ്യം ഉണ്ടായി. അവിടെ എല്ലാം ഇതിന്റെ പിന്നിൽ ആ രോഗസൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചവരുടെ വിശ്വാസമായിരുന്നു. കുഷ്ഠരോഗി വന്നിട്ട് യേശുവിന് മുമ്പിൽ പറയുന്നുണ്ട്, കർത്താവേ, എനിക്ക് എന്നെ സുഖപ്പെടുത്തണമേ. ഉടനെ സുഖപ്പെടുത്തല്ല, ഒരു മറുചോദ്യമാണ് അവനോട് ചോദിക്കണേ, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് പറ്റുമെന്ന് നീ ബാക്കി പറ, വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു കർത്താവേ. ഉടനെ അവന് സൗഖ്യം ഉണ്ടായി. രക്തസ്രാവക്കാരി വലിയ ജനാവലി തിക്കിത്തിരിക്കാണ്, എൻ്റെ കർത്താവിനും തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും എന്ന വിശ്വാസത്തോടെ അവൾ വരികയാണ്. പക്ഷെ കർത്താവിന് തൊടാൻ പറ്റില്ല. വസ്ത്രത്തിന്റെ ഒരു വെളുപ്പിൽ ഒരു അറ്റത്തെ തൊടാൻ പറ്റുള്ളൂ. ഉടനെ സൗഖ്യം കിട്ടുകയും ചെയ്യും. ഉടനെ അവൾക്ക് സൗഖ്യം കിട്ടി. ഈശോ അവളെ വിളിച്ചു, മോളെ, നീണ്ട പ്രാർത്ഥനയും നീണ്ട ഉപവാസം അതികഠിനമായ കുറെ ആത്മീയനിഷ്ഠാനം ചെയ്തില്ലേ, അതുകൊണ്ടാണ് നിനക്ക് സൗഖ്യമുണ്ടായത് എന്നാണ് ഈശോ പറഞ്ഞത്. അല്ല, പിന്നെന്താ പറഞ്ഞത്? നിന്റെ വിശ്വാസമാണ് നിന്നെ. ദൈവമക്കളെ, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതിനെക്കുറിച്ച് 107 സങ്കീർത്തനം 19 വാക്യത്തിൽ അത് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതാണ്. വിടുതൽ പ്രാർത്ഥനയുടെ നേരത്ത് എങ്കിലും നിനക്ക് സൗഖ്യം കിട്ടുള്ളൂ എന്ന് നമ്മുടെ പിതാവ് പറഞ്ഞിരുന്നു. 107 സങ്കീർത്തനം 19 വാക്യം ഉറക്കെ വായിച്ച എല്ലാവരും. അപ്പോൾ ഉറക്കെ വായിക്കാൻ എന്നോട് ചേർന്ന്, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അത് ഞാനും നിങ്ങളുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയാണ്, കർത്താവ് വരെ വചനമയച്ച്, വചനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെയാണ്. ഇന്നത്തെ കുർബാനശീകരണമാണ് വചനം. അത് വിടുതൽ പ്രാർത്ഥന നിന്റെ സൗഖ്യത്തിനുള്ളതാണ്, വിശ്വസിച്ചാൽ മാത്രം. ഒന്നുകൂടി വായിച്ച 107:17-19. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവർ ഞെരുക്കം രക്ഷിച്ചു, തൻ്റെ വചനമയച്ചവരെ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായത്തിന്റെ 9 വാക്യം, പ്രഭാഷകന്റെ 38 വാക്യം ഇങ്ങനെ പറയുന്നു, അതേ ദൈവമക്കളെ, നമ്മൾ രോഗികളാകുമ്പോൾ ഉദാസീനരാകാതെ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈശോയുടെ കുരിശുമരണം നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഈശോയുടെ കുരിശുമരണത്തിന്റെ അടുത്ത ഉദ്ദേശം ദൈവമക്കളെ, ഈശോയുടെ അടുത്ത ഉദ്ദേശമാണ് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24 വാക്യം. 1 പത്രോസ് 2:24 എല്ലാവരും ഉറക്കെ വായിച്ചേൻ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഈശോ കുരിശിലേറി. അത് പാപത്തെ സംബന്ധിച്ച് നാം മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവർ, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരായിത്തീർന്നു. ഈ വാക്യത്തിനെല്ലാം ഈശോയുടെ കുരിശുമരണം നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. ഈശോയുടെ കുരിശുമരണത്തിന്റെ 3-ാമത്തെ ഉദ്ദേശം നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുക്കാനാണ് ദൈവം പറഞ്ഞിരുന്നത്. ഇതൊന്നും ചെറിയവനായ ഞാനല്ല, വലിയവനായ ദൈവം പറയുന്നതാണ് നിങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ തന്നിരിക്കണേ. ഈശോയുടെ കുരിശുമരണം നമ്മുടെ ശാപം ഏറ്റെടുക്കാനാണ്. എത്രമാത്രം പാരമ്പര്യ ശാപങ്ങൾ, എന്ത് ചെയ്താലും പച്ചപിടിക്കാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ, എത്ര പണം കിട്ടിയാൽ ഓട്ടസംഖ്യട്ട മക്കളുണ്ടാകാത്ത അവസ്ഥകൾ, കടബാധ്യതകൾ, വിട്ടുമാറാത്ത ദാമ്പത്യ അകൽച്ചകൾ, ഞെരുക്കങ്ങൾ, രോഗപീഠകൾ, ഇതെല്ലാം ശാപത്തിന്റെ ഭാഗ്യപ്രകടനങ്ങളാണ്. എത്രമാത്രം കൊടിയ ശാപം നിനക്കുണ്ടോ? നിന്റെ കർത്താവിന്റെ കുരിശുമരണത്തിന്റെ
യോഗ്യതയാൽ ആ ശാപങ്ങളെല്ലാം നിർവീര്യമാകും. നീ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവിന്റെ അഭിഷിക്തൻ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ശാപങ്ങൾ അയച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് സമ്പൂർണ്ണ മോചനം നിങ്ങൾ പ്രാപിക്കും. അത് വിവാഹ തടസ്സങ്ങളാകട്ടെ, ജോലി തടസ്സങ്ങളാകട്ടെ, മക്കളുണ്ടാകുന്ന തടസ്സങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കടമാകുന്ന മോചനമാകട്ടെ, എത്ര വലിയ ശാപങ്ങളാകട്ടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കാരണം ഈശോയുടെ കുരിശ് വേണം നമ്മുടെ ശാപം ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പറയണേ, എന്നോട് ചേർന്ന് ഉറക്കെ വായിക്കേ, ഗലാത്യരുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ഗലാത്യർ 3:13 ഉറക്കെ വായിച്ചേൻ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന്, എന്നാൽ കുരിശിൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ഈശോ നമുക്ക് വേണ്ടി ശാപമായി മാറി തൻ്റെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് വിശ്വസിക്കുന്നവരുടെ ശാപങ്ങൾ ഏറ്റെടുക്കാനായിരുന്നു ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോയുടെ കുരിശുമരണത്തിന്റെ അമൂല്യത എത്രമാത്രം മഹോന്നതമാണെന്ന് പരിശുദ്ധാത്മ പറഞ്ഞ രംഗമാണ് പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. 1 പത്രോസിന്റെ 1:18 ഇങ്ങനെ പഠിപ്പിക്കുന്നു, നമ്മളൂടെ വന്ന അനർത്ഥമല്ല, പാരമ്പര്യത്തിലൂടെ വന്ന അനർത്ഥം. അതിനാണ് ശാപം എന്ന് ചെറിയ വാക്കിൽ നമ്മൾ പറയണേ. അതിന് ദൈവം പരിശുദ്ധാത്മ പറയാണ്, ഉറക്കെ വായിച്ച എന്നോട് ചേർന്ന്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയാലോ സ്വർണത്താലോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഒരു വാക്യം കൂടെ അവിടെ വരാണ്ട്, പിന്നെയോ കളയോ കളങ്കമില്ലാത്ത കറയോ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം, ഈശോ ചിന്തി ഓരോ തുള്ളി രക്തവും നിന്റെ ശാപങ്ങൾ ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം എന്തിനാണ് യേശുവിനെ അയച്ചതെന്ന് യെശയ്യാ 61:4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യെശയ്യാ 61:4 ഉറക്കെ വായിച്ചേൻ എല്ലാവരും വായിക്കേ. പണ്ട് നശിച്ചു പോയവർ വീണ്ടും ഇന്നലെയുടെ പരാജയങ്ങൾ, മാതാപിതാക്കന്മാരിലെ പൂർവ്വയിലൂടെ വന്ന പരാജയങ്ങളായിരിക്കാം അത് പിതാവ് പറയാണ്. പണ്ട് നശിച്ചു പോയവർ വീണ്ടും നിർമ്മിക്കും, പൂർവ്വാവശിഷ്ടങ്ങൾ അവർ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശം നമ്മളോട് വന്ന അനർത്ഥമല്ല, അതിനെ ശാപം ചെറിയ വാക്കിൽ ബൈബിൾ പറയാണ്, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ. ഈശോയുടെ കുരിശുമരണത്തിന്റെ ഉദ്ദേശം നമ്മുടെ ശാപം. അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ഇന്ന് ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ഭയഭക്തി വരകളോട് ഇന്നത്തെ കുർബാന പങ്കുകൊള്ളുകയും അതിന് വിടുതൽ പ്രാർത്ഥന നിങ്ങൾ വിശ്വാസപൂർവ്വം ഭയഭക്തി വരകളോടെ പങ്കുകൊള്ളുകയും ചെയ്താൽ നിങ്ങൾ ഇന്ന് കാലം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായി തീരുമെന്ന് ചെറിയവനായ ഞാനല്ല, വലിയവനായ ദൈവം ബൈബിളിലൂടെ പറഞ്ഞു തരുന്ന രംഗമാണ്. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. വെളിപാട് 22:3 ഉറക്കെ വായിച്ചേൻ. ഇനിമേൽ ഉറക്കെ വായിക്കുക എല്ലാവരും. ഇനിമേൽ ശപിക്കപ്പെട്ടതായൊന്നും അവസ്ഥയിലായിരിക്കും നിങ്ങൾ എന്ത് ധ്യാനം കഴിഞ്ഞു പോകുക. ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം. അതിന്റെ ബേസ്മെന്റ് ആണ് ഇപ്പൊ തന്നുകൊണ്ടിരിക്കണേ. നിന്റെ പൂർണ്ണത ഇത് നിങ്ങൾക്ക് പ്രയോജനമായി മാറുക വിശ്വകുർബാനയിലും അത് കഴിഞ്ഞുള്ള വിടുതൽ പ്രാർത്ഥനയിലുമായിരിക്കും. അതിന്റെ ഒരുക്കമാണ് ഇപ്പോൾ. അതേ ഉറക്കെ വായിച്ച വെളിപാട് 22:3 ഇനിമേൽ ശപിക്കപ്പെട്ടതായിട്ടൊന്നും അതെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. ഈശോയുടെ കുരിശുമാണ് നമ്മുടെ ശാപം ഏറ്റെടുക്കാണ്. ഇപ്പൊ എന്തെല്ലാം ഏറ്റെടുക്കുന്നതായിട്ട് കണ്ടു? നമ്മള് പാപങ്ങൾ കണ്ടു, രോഗങ്ങൾ കണ്ടു, ശാപങ്ങൾ. ഈശോയുടെ കുരിശുമരണത്തിന്റെ 4ാമത്തെ ഉദ്ദേശമാണ് നമ്മുടെ മരണം ഏറ്റെടുക്കാനാണ്. യോഹന്നാന്റെ സുവിശേഷം 5:24 വാക്യം ഉറക്കെ വായിച്ചേൻ. ഉറക്കെ വായിക്കുക എല്ലാവരും. യോഹന്നാൻ 5:24 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കാൻ അയച്ചതിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, നമ്മുടെ യേശുവിന്റെ കർത്താവാശി ജീവനിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ മനുഷ്യാവതാരം എന്തിനായിരുന്നുവെന്ന് വളരെ വ്യക്തമായി അതിലൂടെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നമുക്ക് എന്താണ് മാറ്റമുണ്ടാകുന്നത്, എന്താണ് നമുക്ക് അമൂല്യമായി ലഭിക്കുന്നത് എന്ന് പറയുന്ന രംഗമാണ് വെളിപാട് 21:4 വാക്യം. വെളിപാട് 21:4 അവർക്ക് വായിച്ചേൻ. അവിടുന്ന് അവരുടെ മേലിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. കാരണം നമ്മുടെ മരണം യേശു ഏറ്റെടുക്കുന്നു. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ. അതുകൊണ്ടാണ് എബ്രായർ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഈശോ എന്തിനാണ് മനുഷ്യനായി അവതരിച്ച് പാടുപെട സഹിച്ചെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരേണ്ടത് എന്റെ മക്കൾക്ക്. ബൈബിളിലൂടെ ഇല്ല നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുക. എബ്രായർ 2:15 എല്ലാവരും വായിക്കേ. അതെന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശുമരണം ഉറക്കെ വായിക്കേ. അത് മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ
കഴിഞ്ഞിരുന്ന മനുഷ്യകുലം മുഴുവനെയും. അതിനാണ് ഈശോ കുരിശിൽ നമ്മുടെ മരണം ഏറ്റെടുക്കാൻ. അതുകൊണ്ടാണ് യെശയ്യായുടെ പ്രവചനം 25-8 വാക്യത്തിൽ, യേശയ്യ 25:8 പിതാവായ ദൈവം പറഞ്ഞു തരും എന്തിനാണ് യേശുവിനെ ഈ ലോകരക്ഷകനായിട്ട് ഞാൻ അയക്കുന്നത്. പിതാവായ ദൈവം തന്നെ മക്കളായ നമുക്ക് ബൈബിളിലൂടെയും നമ്മുടെ അപ്പുറം സംസാരിക്കുക. അതാണ് യേശയ്യ 25:8. ഓർക്ക വായിച്ചോ, അവിടുന്ന് മരണത്തെ എന്നേക്കുമായും സകലരുടെയും കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണീര് അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ധരിച്ച് നമ്മുടെ മരണം ഏറ്റെടുക്കാനാണ് ദൈവക്കളെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് കൊരിന്ത്യരോസിന്റെ 1-ാം ലേഖനത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ യേശുവിന്റെ കുരിശുമരണത്തിൽ യേശുവിന്റെ കർത്താവായി സ്വീകരിച്ച് വിശ്വസിക്കുന്ന എനിക്ക് എന്താണ് ലഭിക്കുക എന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന രംഗമാണ് 1 കൊരിന്ത്യർ 15:26. അവർക്ക് വായിച്ചോ, മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞുവല്ലോ. ഈശോയുടെ കുരിശുമരണത്താൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന നമ്മുടെ മരണമില്ലാതാകുന്നു. അതിനാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് യോഹന്നാൻ 11:25-26 വാക്യം ഉറക്കെ വായിക്കുക, എന്നോട് ചേർന്ന് വായിക്കേ. അവിടെ പറയാണ് യോഹന്നാൻ 11:25-26, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അങ്ങനെ എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും. അപ്പൊ ക്രിസ്ത്യാനിക്ക് എന്തില്ല? മരണമില്ല. അതുകൊണ്ടാണ് ഇനി ഞാൻ 1 മിനിറ്റിലോ ഇതുവരെ ഞാൻ ബൈബിള് പറഞ്ഞത്, ഇനി ഞാൻ ബൈബിള് പറയണേ. അതിൻ്റെ ഇടയ്ക്ക് 1 മിനിറ്റ് ഞാൻ ലോകത്തിൻ്റെ 1 മിനിറ്റ് എടുക്കുള്ളൂ. അത് പിന്നെ വീണ്ടും ബൈബിളിലേക്ക് പോകും. ഞാൻ ഇപ്പം പറഞ്ഞത് ബൈബിളല്ല നമുക്ക്. അതുകൊണ്ട് കാരണം നമ്മുടെ വീടുകളിലൊക്കെ ആരെങ്കിലും വേർപെട്ട് പോയാൽ നമ്മളൊരു ചരമ അറിയിപ്പ് പ്രിന്റ് ചെയ്യും. നമ്മൾ തൃശ്ശൂക്കാരതിന് പറയാം മരണക്കുറി എന്നാണ്. ദൈവമക്കളെ, ആ മരണക്കുറി ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതായത് വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. അതിൽ നമ്മൾ എഴുതാം, ഞങ്ങളുടെ ഇന്നാൾ അപ്പൻ അല്ലെ അമ്മാരാണെങ്കിൽ ഇന്ന സമയത്ത് ആത്മഹത്യനുണ്ട് അന്ത്യവിധാൽ കൈകൊണ്ട് മരിച്ചുപോയി എഴുതാറുണ്ടോ? ചർമ്മമടഞ്ഞ് എഴുതാറുണ്ടോ? പിന്നെ എന്താ നമ്മൾ എഴുതാ? നിര്യാതനായി എഴുതാറുണ്ടോ? ഇല്ല. കർത്താവിൽ നിദ്ര എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉറക്കം. കല്ലാറിൽ എഴുതി വെച്ച് RIP, റെസ്റ്റ് ഇൻ പീസ്, സമാധാനം വിശ്രമിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ എഴുതി വെക്കാൻ കാരണം? നമ്മുടെ വേർപാട് ഒരിക്കലും മരണമല്ല എന്ന സത്യം നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അവരുണ്ടാക്കി വെച്ച വാചകങ്ങൾ ഘടനയാണ് നമ്മൾ അനുവർത്തിക്കണേ. ഈശോയുടെ കുരിശുമരണം നമ്മുടെ മരണം ഏറ്റെടുക്കാനാണ്. നമ്മൾ മരണമില്ലാത്തവരാണ്. നമ്മൾ ഈ ലോകം വേർപാട് ഒരിക്കലും മരണമല്ല, നിദ്രയാണ്. പാപം മാത്രമേ നമുക്ക് മരണം തരുള്ളൂ. പാപില്ലാത്ത അവസ്ഥയിൽ നാം ഈ ലോകത്തെ വേർപാട്, ലോകത്തിന്റെ ഭാഷ പറഞ്ഞ മരണം നിദ്രയാണ് എന്ന് ദൈവം പറയുന്നു. ഈശോ ഏറ്റെടുത്ത 4-ാമത്തെ കാര്യമാണ്. ഇപ്പൊ എന്തെല്ലാം ഏറ്റെടുക്കുന്നത് കണ്ടു? പാപം, രോഗം, ശാപം, പിന്നെ മരണം. ഇപ്പൊ ഏതാ വിട്ടുപോയത്? വേദന. പറഞ്ഞെല്ലാവരും ഈശോ വിട്ടുപോയത് എന്താണ്? 5 കാര്യം ഈശോ ഏറ്റെടുത്ത്. ഈശോയുടെ കുരിശുമരണത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം നമ്മുടെ എന്ത് ഏറ്റെടുക്കാനാ? നമ്മളെല്ലാവരും പാപങ്ങൾ ഏറ്റെടുക്കാനാണ് എന്ന് വരെ പറയാം. എന്നാൽ പിതാവായ ദൈവം നമ്മളോട് യോജിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് യോജിക്കുക, എൻ്റെ സഹോദരങ്ങളല്ലേ. ഈശോ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുത്തത് നമ്മുടെ വേദനകളാണെന്ന പിതാവ് പറയണത്, ഞാനല്ല. നമ്മുടെ വായിച്ചേൻ യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഉറക്കെ വായിക്കുക എല്ലാവരും. അവൻ ഉറക്കെ വായിക്കുക തുടർന്ന്. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവൻ, നമ്മുടെ ദുഃഖങ്ങളാണല്ലോ അവൻ ചുമന്നത്. നമ്മൾ ഇന്നുവരെ മനസ്സിലാക്കിയത് ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തെന്നാണ്. എന്നാൽ ദൈവമക്കളെ, ഈശോ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തത് നമ്മുടെ വേദനയാണ് എന്നാണ് പിതാവ് പറയണേ. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈശോ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു എന്ന വിശ്വാസം ഉണ്ടല്ലോ, മാച്ച് കളയണ്ട. അത് 100% ശരിയാണ്. പിതാവ് പറയണു, നോ 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 നോ, എൻ്റെ ഓമനകുമാരൻ നിങ്ങൾ ഏറ്റെടുത്തത് വേദനയാണ്. അതും 100% ശരിയാണ്. ഇതിങ്ങനെ രണ്ടും ഒരുപോലെ 100% ശരിയാണ്. അത് വലിയൊരു ആത്മീയരഹസ്യമാണ്. വളരെ ലളിതമായി ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, അക്കോർഡിംഗ് ടു ബൈബിൾ, വിശുദ്ധ ബൈബിൾ പ്രകാരം ഞാൻ നിങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒറ്റ മാർഗ്ഗം, there is only one remedy for sin. അതാണ് എബ്രായർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. എബ്രായർ ലേഖനം 9:22 എല്ലാവരും വായിച്ചാൽ എബ്രായർ 9:22, പാപം ചെയ്താൽ there is only one, ഒരു പ്രതിവിധിയേ ഉള്ളൂ. അതാണ് എബ്രായർ 9:22. ഉറക്കെ വായിക്കേ. നിയമപ്രകാരം, ഉറക്കെ വായിക്കുക എല്ലാവരും. നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കുന്നത്. എന്തെന്നാൽ രക്തം ചിന്താതെ, ഉറക്കം രക്തം ചിന്താതെ, ഒന്നുകൂടെ ഉറക്കെ പറ, രക്തം ചിന്താതെ
മോശയിലൂടെ ദൈവം പറഞ്ഞില്ലേ, കൈക്ക് കൈ, കണ്ണിന് പകരം കണ്ണ്, കാലിന് പകരം കാല്, കഴുത്തിന് പകരം കഴുത്ത്. ദൈവമക്കളെ, അർത്ഥം ഇത്രയുള്ളൂ. നീ ഏത് മേഖല കൊണ്ടാണ് പാപം ചെയ്തത്, ആ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി ആ മേഖലയിൽ രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപമോചനം ഇല്ല. അവർക്ക് വായിച്ചെല്ലാവരും രക്തം ചിന്താതെ. അപ്പൊ ദൈവം, ഞാൻ ഈ തിരുവചനം മനസ്സിലാക്കുക ഒരു കൊച്ചു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. എന്നെ തന്നെ എടുക്കും ഒരു എക്സാമ്പിളായിട്ട്. ഞാൻ കൈകൊണ്ട് പാപം ചെയ്തു. തിരുവചന പ്രകാരം ഈ കൈകൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് എവിടത്തെ രക്തം ചിന്തണം? കയ്യിലല്ലേ? അതിന് കൈ എന്ത് ചെയ്യണം? മുറിക്കണം. മുറിച്ചാലേ രക്തം വരുള്ളൂ. മുറിക്കുമ്പോൾ എന്ത് വികാരം എനിക്കുണ്ടാവുക? വേദന. ഉറക്കെ പറഞ്ഞ എന്ത് വികാരം ഉണ്ടാവുക? ഈ വേദനയാണ് ആരെ ഏറ്റെടുത്തത്? അതുകൊണ്ടാണ് നമ്മുടെ പിതാവ് തൻ്റെ ഓമനകുമാരനെ തൻ്റെ മക്കൾക്ക് പരിചയപ്പെടുത്തിയത്. എല്ലാവരും ഉറക്കെ വായിക്കുക. പ്രായം 51 4 വാക്യം നേരത്തെ വായിച്ച ഉറക്കെ വായിക്കുക. നമ്മുടെ പിതാവ് തൻ്റെ മക്കൾക്ക് നമ്മുടെ ഓമനകുമാരനെ പരിചയപ്പെടുത്തി എങ്ങനെയാണ്? അതെ, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചുമില്ല. നമ്മുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവൻ. ആ വാക്കിന്റെ പൊരുൾ മനസ്സിലായോ? ഞാൻ നീയും പാപത്തിന് അനുഭവിക്കേണ്ട വേദനയാണ് ഈശോ അനുഭവിച്ചത്. കാരണം രക്തം ചിന്താതെ പാപമോചനം. രക്തം ചിന്താതെ പാപമോചനം. അപ്പൊ നമ്മുടെ മനുഷ്യൻ, നമ്മുടെ പൂർവ്വരെന്ത് ചെയ്യുന്ന പറയാം, എല്ലാത്തിനും സൂത്രപ്പണി കാണുന്നില്ല മനുഷ്യൻ. പാപം ചെയ്ത രക്തം ചിന്തിയാൽ പോരെ. അപ്പൊ എന്ത് ചെയ്തു? ഓരോരുത്തരുടെ പണത്തിന്റെ ആസ്തി അനുസരിച്ച്. ഇപ്പൊ ഞാൻ പാപിയാണെങ്കിൽ ഒരു ആടിനെ വാങ്ങിച്ചു, ആടിനെ കൊണ്ടുവരും. ലേവ്യ ദിവസം 16-ാം അധ്യായം ഞാൻ ശരിക്കും 2 മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത ഒരു അധ്യായമാണ്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ. ഏറ്റവും അമൂല്യം ഈ ക്ലാസ്സിന് വേണ്ട മാത്രം. ഒരുപാട് പ്രോസസ് ഉണ്ട്. എന്തായാലും ഏറ്റവും അമൂല്യമായത് 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ. ഇപ്പം ഞാൻ എൻ്റെ പാവി ആടിൻ്റെ മേൽ ചുമത്തും. എന്നിട്ട് ഒരിക്കലും നമ്മുടെ കപ്പ്യാരെ പോലെ ഒരാൾ, അയാൾ വലിയ മൃഗത്തെ മരുഭൂമി കൊണ്ടുവിടും. അവിടെ കുറുനരി ചെന്നായി കുറുക്കനൊക്കെ ഉണ്ട്. അയാളുടെ മുകളിൽ ഈ കാട്ടുമരങ്ങൾ അതിനെ കടിച്ചു കീറി അതിൻ്റെ രക്തം അവിടെ ചിന്തപ്പെടും. അപ്പോൾ എൻ്റെ പാപം ക്ഷമിക്കുമെന്ന് പൂർവ്വർ വിശ്വസിച്ചെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് പറഞ്ഞു തരാണ്. എബ്രായർ 10:4 വാക്യം ഉറക്കെ വായിച്ച എല്ലാവരും. കാരണം ഉറക്കെ വായിക്കുക. എബ്രായർ 10:4. കാരണം കാളകളുടെയും കോലാടുകളുടെ രക്തത്തിന് മനുഷ്യന്റെ പാപത്തിന്റെ കറ കഴുകിക്കളയുവാൻ ആ ബലികളെല്ലാം പൂർണ്ണമായിരുന്നു. ആ ബലികളെല്ലാം പൂർണ്ണമായിരുന്നു. നീ പാപം ചെയ്ത നിന്റെ രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപമോചനം. അവിടെയാണ് ഒരു നാവിനും വർണ്ണിക്കാൻ വിവരിക്കാൻ പറ്റാത്ത അത്യുന്നതമായ നമ്മുടെ കർത്താവിന്റെ സ്നേഹം, നമ്മോടുള്ള വലിയ സ്നേഹം. അത് ചെറിയ വാക്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത്രയുള്ളൂ. നമ്മളാരും വേദനിക്കാൻ കർത്താവിന്റെ സ്നേഹം അനുവദിക്കുന്നില്ല. വേദനിക്കാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. വേദനിക്കാതെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അപ്പൊ താൻ വേദനിക്കാൻ തയ്യാറായി നമുക്ക് വേണ്ടി. അതുകൊണ്ടാണ് പിതാവ് തൻ്റെ ഓമനകുമാരനെ തൻ്റെ മക്കൾക്ക് പരിചയപ്പെടുത്തിയത്. നമ്മുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവൻ. ദൈവമക്കളെ, ചെറിയ വാക്കെ പറഞ്ഞാൽ ഈ വലിയ നോയമ്പന്റെ കർത്താവിന്റെ പീഡാസകനം ധ്യാനിക്കുന്ന ആഴ്ചയിലേപ്പോൾ ദൈവമക്കളെ ഈശോയുടെ പീഡാസകനം ഓടിച്ച് ധ്യാനിക്കാം. അപ്പോഴാണ് ഈ നമ്മൾ ഈ 10,000 പേരല്ല, ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഏതെല്ലാം മേഖലയിലും പാപം ചെയ്യാവോ അവിടെ ഈശോ വേദന അനുഭവിച്ച് രക്തം നിന്നിട്ടാണ് നമ്മുടെ മോചനദ്രവ്യമായി മാറിയത്. ക്ലാസ്സിന്റെ പൂർണ്ണതയ്ക്ക് ക്ലാസ്സിൽ നിന്ന് തീരോളം, ഈ ടൈം തീരോളം ദൈവമക്കളെ ഈശോയുടെ പീഡാസകനം ഓടിച്ച് ധ്യാനിക്കാമാണ്. എല്ലാവരും ഭാവനെ കാണ്. ഈശോ രക്തം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? ഓരോ രൂപക്കും പൊട്ടിയിട്ടാണ്. അത് നമ്മൾ ചെയ്യുന്ന ഏത് പാപത്തിന്റെ പരിഹാരമാണെന്നറിയോ? ചർമ്മം കൊണ്ട് ചെയ്യുന്ന പാപം. പറഞ്ഞെല്ലാവരും ചർമ്മം കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യില്ല. കുറച്ച് ചർമ്മ ലാവണ്യം സൗന്ദര്യം ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ഒരുപാട് തെറ്റുകളും പാപങ്ങളും കാര്യം. ഇവിടേക്ക് ഞാൻ 42 കൊല്ലം വിദേശം. അടുത്ത ഞായറാഴ്ച രാത്രി വീണ്ടും അവിടേക്ക് പോവാണ്. അവിടെ കുറേ ധ്യാനങ്ങളുണ്ട്. ഈ 2 ദിവസം കൂടി ഇവിടെയുള്ളൂ ദൈവമക്കളെ. അപ്പൊ ദൈവമക്കളെ, ചർമ്മം കൊണ്ട് ഒരുപാട് കാര്യസാഹചര്യത്തിന് വേണ്ടി അധികാരിയുടെ മുമ്പിൽ തന്റെ സൗന്ദര്യം വയ്ക്കുന്ന പല വ്യക്തികളും സ്പിരിച്വൽ ഷെയറിംഗ് എന്ന് പറയും. അതിൽ പലരെ കാണാനിടയായിട്ടുണ്ട്. നമ്മൾ ചർമ്മം കൊണ്ട് പാപം ചെയ്തെങ്കിൽ ചർമ്മത്തിലെ രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപമോചനമില്ല. അങ്ങനെ നീ വലിയ വേദന അനുഭവിക്കാൻ കർത്താവിന്റെ അത്യുന്നതമായ സ്നേഹം അനുവദിക്കുന്നില്ല. അപ്പൊ ആര് വേദന അനുഭവിക്കാൻ തയ്യാറായി? അതുകൊണ്ടാണ് പിതാവ് പഠിപ്പിച്ചത്. എല്ലാവരും പറഞ്ഞു, നമ്മുടെ വേദനകളാണല്ലോ, ഉറക്കെ പറ, നമ്മുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവൻ. ഒന്ന് വാതുറന്ന് പറഞ്ഞു നിങ്ങള്, നമ്മുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവൻ. ദൈവമക്കളെ, അത് കഴിഞ്ഞ് 3 പേരോട് ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. 3 വട്ടം അവരുടെ അടുത്ത് ചെന്നു. 3 വട്ടം അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. 3-ാമത്തെ വട്ടമാണ് യേശു ചോദിക്കണേ, 1 മണിക്കൂറെങ്കിലും ഉണർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലാണ്ട് പോയില്ലേ? നമ്മൾ വിചാരിക്കും അവരെത്രയോ നന്ദിയില്ലാത്തവരാ, വൃത്തികെട്ടവരാ.
ദൈവമക്കളെ, അവരെക്കാൾ 10,000 ഇരട്ടി നന്ദിയില്ലാത്തവരായി പലപ്പോഴും നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ കുടുംബം പ്രാർത്ഥന മാറ്റി വയ്ക്കുമ്പോൾ, മഴയുടെ പേരിലോ മഞ്ഞിൻ്റെ പേരിലോ രാത്രിയുടെ ആലസ്യത്തിൻ്റെ പേരിൽ നമ്മൾ കുർബാന മാറ്റി വയ്ക്കുമ്പോൾ നമ്മളറിയാതെ പോകുന്നു. നമ്മുടെ കർത്താവ് നിന്നോട് ചോദിക്കുന്നുണ്ട്, ഒരു മണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ നിനക്കില്ലേ? അവരെക്കാൾ എത്രയോ നന്ദിയില്ലാത്തവരായി മാറുന്നു. അത് കഴിഞ്ഞിട്ടാണ് യൂദാസ് ഒറ്റി കൊടുക്കണേ. പരമദ്രോഹി എന്നല്ല വിളിച്ച സ്നേഹിത എന്നാണ്. നമ്മൾ വിചാരിക്കും യൂദാസ് എത്രയോ അതികഠിനൻ, ഹൃദയൻ എത്രയോ വൃത്തികെട്ടവൻ, നന്ദി കെട്ടവൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. അനേകായിരം വട്ടം നമ്മൾ യൂദാസിനേക്കാൾ നന്ദിയില്ലാത്ത ഒരു വിശ്വാസവഞ്ചകരായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ കുംസാരം കഴിയുമ്പോഴും നമ്മളൊരു പ്രാർത്ഥന ചെല്ലണം. അറിയാവോ? ആ പ്രാർത്ഥനയുടെ പേരാണ് മനസ്താപ പ്രകരണം. പറഞ്ഞെല്ലാവരും എങ്കിലേക്ക് ഒരു കുംസാരം പൂർണ്ണമാകുള്ളൂ. ആ മനസ്സാപ പ്രമാണത്തിൽ പറയുന്ന പ്രധാന ഒരു വാക്ക് ഇതാണ്: മേലിൽ പാപം ചെയ്യില്ലെന്ന് ദൃഢമായി ഞാൻ. ആ പാപം നീ വീണ്ടും ചെയ്യുമ്പോൾ യൂദാസിനേക്കാൾ കൂടിയ വിശ്വാസവഞ്ചന നീ കാണിച്ചിരിക്കുന്നു. വിവാഹ ഉടമ്പടിയിൽ കർത്താവിന്റെ അഭിഷേകത്തിന്റെ മുമ്പിൽ ദൈവനത്തെ തൊട്ട് ഇന്നു മുതൽ മരണം വരെ എനി സർക്കംസ്റ്റൻസ് ഒന്നായി ജീവിക്കാൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി. ഹൃദയം കൊണ്ടെങ്കിലും നീ ജീവിത പങ്കാളിയായിട്ട് അകന്ന് ജീവിക്കുമ്പോൾ യൂദാസിനേക്കാൾ വലിയ വിശ്വാസവഞ്ചന നടത്തിയിരിക്കുന്നു. നീ വാങ്ങുന്ന ശമ്പളത്തിന് ന്യായമായ വേല ചെയ്യാതിരിക്കുമ്പോൾ യൂദാസിനേക്കാൾ വലിയ വിശ്വാസവഞ്ചന നടത്തിയിരിക്കുന്നു. മാതാപിതാക്കന്മാർ കഞ്ഞിവെള്ളം കുടിക്കുന്നു, മറ്റു മക്കളുടെ ബെസ്പിക്ക് ഒരു കുറവും വരുത്തുന്നില്ല. അവർ പഴയത് കീറിയതൊക്കെ തുന്നിയിടുന്നു. മക്കൾക്ക് നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അവിടെ തരാതരക്കാരുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞ് ഒരിക്കലും കുറവ് മോശക്കാരിയാവാൻ പാടില്ല. നീ പഠിച്ച് നല്ല നിലയിലെത്തണമെന്നാണ് നിന്റെ അപ്പൻ്റെ അമ്മയുടെയും ഈ വലിയ സഹനത്തിൻ്റെ ഉദ്ദേശം. നീ അതിന് പകരം വാട്സപ്പും ചാറ്റിങ്ങും ചീറ്റിങ്ങും പ്രേമവും വായി നോട്ട് നടക്കുമ്പോൾ നിന്റെ മാതാപിതാക്കന്മാരുടെ യൂദാസിനേക്കാൾ വലിയ വഞ്ചന നീ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ സംസാരത്തിന് നേരിട്ട് പറയുമ്പോൾ മോചനം കിട്ടുന്ന കാരണം അതിന് പകരമായി ഈശോ വേദന അനുഭവിച്ചു. അതുകൊണ്ടാണ് പിതാവ് പഠിപ്പിച്ചത്, നമ്മുടെ വേദനകളാണല്ലോ യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. യൂദാസ് ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ യേശുവിനെ കൊണ്ടുപോകുന്നത് കയ്യാബാസിന്റെ അങ്കണത്തിലേക്കാണ്. പ്രത്തോറിയുന്ന കയ്യാബാസിന്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോവാണ്. ഈ ദേശങ്ങളൊക്കെ പലപ്പോഴും കാണാൻ അവസരം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. അവിടെ പ്രധാന പുരോഹിതനും സഹ്യാദ്രി സംഘം 70 പേരാണ് അതിലുള്ളത്. അതിൽ 2 പേര് മാത്രം യേശുവിൻ്റെ ഈ കുരിശ് മരണത്തോട് സഹകരിച്ചില്ല. 2 പേര്, ബാക്കി 68 പേര് ഒരു സ്വരായിരുന്നു. 2 പേരാരാണ്? അരമത്തിക്കാരൻ ജോസഫും പിന്നെ നിക്കോദോമസ്. നമുക്കറിയാം. അവരുടെ മുമ്പിൽ ചോദ്യം ചെയ്യാണ്. ഈ ചോദ്യം ചെയ്യുമ്പോൾ അവരെ പ്ലീസ് ചെയ്തുള്ള മറുപടിയാണ് യേശുവിൽ നിന്ന് അവർ പ്രതീക്ഷിക്കണേ. പക്ഷെ ഈശോ സത്യനീതിയല്ലേ, അതുകൊണ്ട് സത്യസന്ധമായ മറുപടി പറഞ്ഞുള്ളൂ. ഇങ്ങനെയാണ് പ്രധാന പുരോഹിതനോട് സംസാരിക്കാന്ന് പറഞ്ഞ് പഴയ ആളുകൾ ചെകിടുത്ത് അടിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് കയ്യാബാസിന്റെ അങ്കണത്തിൽ നമുക്ക് വേണ്ടി ചെകിടത്ത് അടിയേറ്റത് നമ്മൾ വിചാരിക്കുന്ന കൈ കൊണ്ടൊന്നല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക്? നമ്മുടെ പിതാവ് പറഞ്ഞു തരുന്നുണ്ട്, താൻമാമനക്കുമാരൻ എങ്ങനെയാണ് നമുക്ക് വേണ്ടി ചെകിടത്ത് അടിയേറ്റെന്ന് വായിച്ചു നോക്ക്. നിങ്ങളുടെ ലീഫ്ലെറ്റിലുണ്ട്. മിക്കായുടെ പ്രവചനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്ക്. മിക്കായുടെ പ്രവചനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പീലാദോസിന്റെ പ്രത്തോറിയത്തിൽ അടികളേറ്റ് എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിച്ച, എന്നോട് ചേർന്ന് വായിച്ചു. മിക്ക 5:1 ഇതാ നിന്നെ അവർ കോട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രായേലിന്റെ ഭരണാധികാരിയുടെ ചെകിടത്ത്. നിയമക്കളെ കൈകൊണ്ട് ഇറ്റിയാൽ പോലും കൂടി വേദനയല്ലേ? നമ്മൾ ചെവി കൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരമാണ്. ഒരുപാട് അശ്ലീല ഗാനങ്ങള്, വർത്താനങ്ങള്, മ്ലേച്ഛ സംസാരങ്ങൾ, പരദൂഷങ്ങൾ, ഏഷ്ണി ഒരു ചെവി കൊണ്ട് ഒരുപാട് പാപം ചെയ്തില്ലേ? നീ ചെവി കൊണ്ട് പാപം ചെയ്തെങ്കിൽ ചെവിയിൽ രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപമോചനമില്ല. അങ്ങനെ നീ വേദനിക്കാൻ കർത്താവിന്റെ സ്നേഹം അനുവദിക്കുന്നില്ല. പകരം ഈശോ വടി കൊണ്ട് അടികളേറ്റ് ചെവി കൊണ്ട് രക്തം ചിന്തുന്നു. കുമ്പസാരേറ്റ് പറയുമ്പോൾ സൗജന്യമായി പാപമോചനം കിട്ടുന്നതിന്റെ യഥാർത്ഥ കാരണം അതാണ്. അത് കഴിഞ്ഞ് യേശുവിനെ കോട്ട കെട്ടിയൊരു ജയിലിലിട്ടു. ഈശോ കിടന്ന ജയിലിൽ ഇറങ്ങി അവിടെ പ്രാർത്ഥിക്കാൻ അവസരം ലഭിച്ചവരാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മുറി എന്നല്ല, ഒരു കിണറാണ്. ഞാൻ കൃത്യമായിട്ട് അളന്നിട്ടില്ല, എങ്കിലും വലിയ വ്യത്യാസമില്ല. ഒരു 3 അടി 4 അടി വ്യാസമുള്ള ഒരു 20 അടിയുള്ള ഒരു കിണറ്റിലാണ് ഈശോ മഹാഇന്ദ്രജാല വിദ്യക്കാരൻ, കങ്ങട്ട് വിദ്യക്കാരൻ. അവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് ദൈവമുള്ളൂ. അപ്പൊ ഈ കൂച്ചുവലെന്ന് അറിയാം നിങ്ങൾക്ക്? കൈയും കാലും ഒരുമിച്ചുള്ള ചങ്ങല, അങ്ങനെ കാരാൻ പറ്റുള്ളൂ, നിൽക്കാൻ പറ്റില്ല. ഓരോരുത്തർ ചോദ്യം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് യേശുവിനെ ജയിലിലിടും, അടുത്ത ആളും എടുക്കും. അതാണ് കോട്ട കെട്ടി ഉപരോധം ഏർപ്പെടുത്തിയെന്ന് മിക്കായുടെ പ്രവചനത്തിലൂടെ നമ്മുടെ അപ്പൻ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് യേശുവിനെ പീലാദോസിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പീലാദോസൻ ആ കാലഘട്ടത്തിൽ യൂദാദേശം ഭരിച്ചിരുന്ന
റോമൻ ഗവർണർ. കാരണം റോമൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യയിൽപ്പെട്ട സ്ഥലമായിരുന്നു യൂദാദേശം. 600 പ്രവിശ്യയിൽ ഒരു പ്രവിശ്യ. അതിനാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇൻഡയറക്റ്റ് ആയിട്ട് റോമൻ പൗരന്മാരായി മാറാണ്. അതിനാൽ തന്നെ അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് യഹൂദ പ്രമാണിമാരുടെ. അവർക്ക് ഒരാളെ കൊല്ലാൻ അനുവാദമില്ല, അല്ലെങ്കിൽ തൂക്കി കൊല്ലാൻ, കുരിശിൽ തറയ്ക്കാൻ കൊല്ലാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് പീലാത്തോസിനെ ഏൽപ്പിച്ചത്. ഒരുപാട് കുറ്റാരോപണങ്ങളായിട്ട് ഒരുപാട് കുറ്റാരോപണങ്ങൾ ദൈവമക്കളെയും അങ്ങനെ ഒരുപാട് ഈ പീലാത്തോസ് ചോദ്യം ചെയ്തു. അവസാനം ലൂക്കാനെ നിങ്ങളുടെ വായിച്ച ലീഫിലുണ്ട്. ലൂക്ക 21:14 വാക്യം. അവിടെ അവർ പറയാണ്, ജനങ്ങളെ പഴിപ്പിഴയ്ക്കെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ്. ഒരു കുറ്റമില്ല എന്നല്ല, there is not a single sin. ഒറ്റ അങ്ങനെ ഒരു ന്യായാധിപൻ വിധിച്ചിട്ട് മനുഷ്യർ കൊടുക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ അനുഭവിച്ച പ്രപഞ്ചത്തിലെ ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അപ്പൊ പീലാത്തോസിന് ഈ കുറ്റമില്ലാത്തവനെ ഇവരാണെങ്കിൽ ക്രൂശിക്കണം എന്നുള്ള അതികഠിനമായ ആക്രോശം. ഇവിടെ സമാധാനമായി ഭരിച്ചില്ലെങ്കിൽ ജോലി പോവും. അപ്പൊ അവന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല കുരിശുമ തറച്ച് കൊല്ലാൻ വിട്ടുകിടക്കാൻ. മാത്രമല്ല തലേ രാത്രി ഒരു മാലാഖ് വന്ന അവന്റെ ഭാര്യയിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ഭാര്യയുടെ സമ്മർദ്ദമുണ്ട്, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് കേട്ടോ. അപ്പൊ ഭാര്യയുടെ സമ്മർദ്ദം, മനസാക്ഷിയുടെ കുറ്റം ഒരു സൈഡിൽ, ക്രൂശിക്കണം എന്നുള്ള യഹൂദാനത്തിന്റെ കടുമെടുത്ത മറു സൈഡിൽ, രണ്ടിനും മധ്യയായി. അപ്പൊ അവർക്ക് സംതൃപ്തി ആവും വേണം, മനസാക്ഷി കുറ്റം ഉണ്ടാവാനും പാടില്ല. അത് രണ്ടും പറ്റിയൊരു സൂത്രം, ഒരു ഉപായം, ബുദ്ധിയാണെന്ന് മാത്രം. പീലാത്തോസ് കണ്ടുപിടിച്ചത് യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് അയക്കുക എന്നാണ്. പ്രത്തോറിയം എന്ന് പറഞ്ഞാൽ കൽത്തളം എന്നുള്ള അർത്ഥമുള്ളൂ. അവിടെ പ്രത്യേകം ബ്രെയിൻ ട്യൂൺ ചെയ്യപ്പെട്ട കുറച്ച് പടയാളികളുണ്ട്. ആ പടയാളികൾക്ക് ഒറ്റ ട്യൂണിങ് ഉള്ളൂ, അവരുടെ ബ്രെയിൻ. അവരുടെ യജമാൻ പീലാത്തോസ് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന വ്യക്തി റോമാ സാമ്രാജ്യത്തിനെതിരെ കൊടിയ ദ്രോഹം ചെയ്ത വ്യക്തിയാണ്. ഈ ക്രോധത്തോടെയാണ് യേശുവിനെ അവർ പീഡിപ്പിക്കുന്നത്. ദൈവമക്കളെ, ചെമ്മട്ടി കൊണ്ട് അടിക്കുകയാണ്. ചെമ്മട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഒരടി കഴിയുമ്പോഴും 6-7 മുറിവാണ്, മുറിവ് ചാലുകൾ. ഇങ്ങനെയാണ് ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ചത്. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കോ. എനിക്ക് ക്ലാസ് വന്ന് നിർത്തുന്നത്. കേട്ട വചനങ്ങളാൽ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയത്തും തമ്പുരാനുടെ അപേക്ഷകളും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ വിശേഷം.